നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ഞാനിപ്പോൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? നിങ്ങളിപ്പോൾ ഒരു ഞായറാഴ്ച ആയിട്ട് എന്തിനാണ് ഇപ്പോൾ ഈ ചൂടത്ത് ഇവിടെ വന്ന് കുത്തിരിക്കണത്? അല്ലേ, നമുക്കിപ്പോൾ പെരയിൽ സുഖമായിട്ട് വേനക്കെട്ട് കയ്യും കാലും നീട്ടി കുത്തിരുന്നാൽ മതി. ഇവിടെ വന്ന് കാല് നീട്ടാനും സ്ഥലമില്ലാത്തൊരു സ്ഥലത്ത് ചൂടും പിടിച്ചിരിക്കേണ്ട യാതൊരു കാര്യമില്ല. അല്ലെങ്കിൽ ഈ വരുന്ന വഴിക്കൊക്കെ കുറേ എക്സിബിഷനും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒഴിവാക്കിയിട്ടാണ് ഞാനും നിങ്ങളൊക്കെ ഇവിടെ ഈ ഇടങ്ങേറി ഈ ചൂടത്ത് വന്ന് നിൽക്കുന്നത്. അപ്പം അതെന്തുകൊണ്ടാ വെച്ചാൽ നമ്മളെ ജീവിതത്തിന് ഒരു അർത്ഥമുണ്ട്, ലക്ഷ്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് കൊണ്ടാണ്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂനി, എന്നെ മാത്രം ആരാധിക്കാൻ വേണ്ടിയിട്ടാണ് ജിന്നുകളെയും മനുഷ്യരെയും ഞാൻ സൃഷ്ടിച്ചത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ പറഞ്ഞു. അപ്പം ഈ ആയത്ത് സൂറത്തു ദാരിയാത്തിലുള്ള ആയത്താണ്. ഇത് നമ്മളെല്ലാവരും കേട്ട ആയത്താണ്. അപ്പം അത് കേട്ട മുതലേ എൻ്റെ മനസ്സിലാണ് എന്താ ഇപ്പോൾ പടച്ചോനെ മാത്രം ആരാധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെയൊക്കെ സൃഷ്ടിച്ചത്. പിന്നെ ഇപ്പം നമ്മളെന്തൊക്കെ ചെയ്യണ്ടല്ലേ? അപ്പം അതൊക്കെ ഇപ്പം ശരിയാവുമോ? ഇപ്പം നമ്മളെല്ലാവരും പൈസ ഉണ്ടാക്കണം. അത് ഞപ്പം അങ്ങനെ ഈ യുദ്ധമൊക്കെ വന്നപ്പോൾ അങ്ങനെ ആലോചിച്ചാണ്. അപ്പം യുദ്ധം വന്നു, വലിയ സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വലിയ പ്രതിസന്ധികളൊക്കെ വരാൻ സാധ്യത ഉണ്ട് എന്നൊക്കെ പറയുമ്പോഴും എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു, ഓൻ്റെ അമ്മ ഓനോട് പറഞ്ഞല്ലോ, ഇജ്ജ് പേടിച്ചണ്ടടാ, നമ്മളെ തൊടുവിൽ കുറേ തേങ്ങ ഉണ്ട്, പിന്നെ ബാപ്പാക്ക് റേഷൻ പിടിയുള്ളത്, അരി ഉണ്ടാവും, ഇവിടെ നമുക്കെല്ലാവർക്കും കഞ്ഞി നല്ല ഇഷ്ടമാണ്. എന്തൊക്കെ വന്നാലും നമ്മൾ കഞ്ഞിയും ചമ്മന്തി ഉണ്ടാക്കി കണ്ട് എന്ത് ചെയ്യും, നമ്മൾ ജീവിക്കും. ഇജ്ജ് ബേജാറാകണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ജീവിക്കാൻ ശരിക്കും പറഞ്ഞാൽ റേഷൻ പൊടിയിലെ അരിയും അതുകൊണ്ടുണ്ടാക്കിയ കഞ്ഞിയും ചമ്മന്തിയും തൊടുവിലെ തേങ്ങ കൊണ്ടുണ്ട ചമ്മയും കുറച്ച് കർമൂസിയും ചേമ്പും ചേനയും ഒക്കെ തന്നെ ഉണ്ടായാലും നമുക്ക് ജീവിക്കാൻ പറ്റും. പിന്നെ ഇപ്പം എന്തിനാണ് നമ്മളെല്ലാവരും ഈ പൈസ എങ്ങനെ ഉണ്ടാക്കണത്? അത് നമ്മൾ സമ്പാദിക്കണം. നല്ലൊരു നാളേക്ക് വേണ്ടിയാണ്. നമ്മളെ മക്കളെ കെട്ടിച്ചണ ഓൾക്ക് നല്ല ഒരു ഒരു നല്ല രീതിയിൽ കുട്ടികളൊക്കെ പഠിപ്പിച്ചെത്തിക്കണം, നല്ലൊരു പെര വേണം, ഒക്കെ അങ്ങനെ നല്ലത് വേണം, തോന വേണം എന്ന് വിചാരിച്ച് സമ്പാദിക്കണോണ്ടാണ് നമ്മൾ ഇത്ര ഇടങ്ങാറാകേണ്ടി വരുന്നത്. അന്നാന്ന് ജീവിച്ച് പോകാനാണെങ്കിൽ ഇത്ര വലിയ ഇടങ്ങാറൊന്നും ഇല്ല. അപ്പം പിന്നെ അന്നാന്ന് ജീവിച്ച് പോകാൻ വേണ്ടി മാത്രം ഇടങ്ങാറായിട്ട് ബാക്കിയൊക്കെ നമുക്കിങ്ങനെ ഖുർആൻ ഓതി സുന്നത്തൊക്കെ നിസ്കരിച്ച് കുത്തിരുന്നാൽ പോരെ? സ്വർഗം കിട്ടാപ്പോൾ അതല്ലേ ഏറ്റവും നല്ലത്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂനി, എന്നെ മാത്രം ആരാധിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെല്ലാം ഞാൻ സൃഷ്ടിച്ചത്. പിന്നെ നമ്മളെന്തിനാ ഇങ്ങനെ കടന്നിടങ്ങാറാണ്? ആരാധിച്ചാൽ പോരെ എന്ന് പണ്ടേ എനിക്ക് തോന്നിയൊരു കാര്യമാണ്. ഇപ്പം സഹോദരങ്ങൾ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ അള്ളാഹുവിനെ ആരാധിക്കുക എന്ന് പറയുമ്പം അത് വെറും ഒരു നിസ്കരിച്ചലും നോൽബോൽക്കലും ദിക്റ് ചെല്ലലും മാത്രമല്ല. അള്ളാഹു ഇഷ്ടപ്പെടുന്ന പ്രത്യക്ഷവും പരോക്ഷവുമായ വാക്കുകളും, അള്ളാഹു ഇഷ്ടപ്പെടുന്ന എല്ലാ കാര്യങ്ങളും, അത് പ്രത്യക്ഷമാകട്ടെ പരോക്ഷമാകട്ടെ, ലാഹിറഹു വ ബാത്തിനഹു എന്നാണ്. എല്ലാ കാര്യങ്ങളും അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള വാക്കുകളും പ്രവർത്തികളും ചിന്തകളും ഇതൊക്കെ ഇബാദത്താണ്. അള്ളാഹനെ അറിയാം, അള്ളാഹനെ പറ്റി ചിന്തിക്കുക. അല്ലേ, ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാത്തിൻ ലിഉലിൽ അൽബാബ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫജ്റിൽ എഴുന്നേൽക്കുമ്പം തന്നെ ചെല്ലുന്ന സൂറത്തു ആൽ ഇമ്രാൻ്റെ അവസാനത്തെ 10 ആയത്തുകളാണ്. അതിൻ്റെ തുടക്കം എങ്ങനെയാണ്? ഇന്ന ഫീ ഖൽഖി സമാവാതി. അല്ലേ, ചന്ദ്രനിലേക്കൊരു വണ്ടി പോയിട്ടുണ്ട്, 10 ദിവസം കൊണ്ട് ചന്ദ്രനെ ചുറ്റി ഇങ്ങോട്ട് വരും എന്നാണ് പറയുന്നത്. അത്രയും വിശാലമായി ഭൂമി. ഈ ഭൂമിയിലുള്ള മൺതരികളെക്കാൾ നക്ഷത്രങ്ങൾ ആകാശലോകത്തുണ്ട് എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു മൺതരിൻ്റെ വലിപ്പത്ര, നക്ഷത്രത്തിൻ്റെ വലിപ്പത്ര, അല്ലേ?
ഈ സൂര്യനിൽ മാത്രം 13 ലക്ഷം ഭൂമിനെ കൊള്ളുന്ന ഒറ്റ സൂര്യൻ്റെ ഉള്ളിൽ, അത്രയും വലുതാണ് സൂര്യൻ. സൂര്യനൊക്കെ വളരെ ചെറുതാന്നാ പറയണത്. ബാക്കി വലിയ നക്ഷത്രങ്ങളൊക്കെ താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ സൂര്യനൊക്കെ വളരെ ചെറുതാണ്. അങ്ങനത്തെ കോടാനകോടി നക്ഷത്രങ്ങളുള്ള ഈ പ്രപഞ്ചം ഇതൊക്കെ സൃഷ്ടിച്ചത് അല്ലാഹുവാണ്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാത്തിൻ ലിഉലിൽ അൽബാബ് الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك. ലാസ്റ്റ് എന്താ നിങ്ങൾ ഫഖിന അദാബന്നാർ. അതാണ് നമുക്ക് മനസ്സിലാകേണ്ട കാര്യം. ഇതൊക്കെ ഒരു സംഭവമാണ്, ഭയങ്കര സംഭവമാണ് എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച് കടന്നുറങ്ങാൻ പറ്റൂല. അതിൻ്റെ അപ്പുറത്തൊരു കാര്യമുണ്ട്. അതെന്താണ്? അതാണ് ഫഖിന അദാബന്നാർ. അത് വിശുദ്ധ ഖുർആൻ്റെ ഒരു ശൈലിയാണ്. എപ്പോൾ അത്ഭുതങ്ങളെ പറ്റി പറയുമ്പോഴും, അത് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പാകട്ടെ മനുഷ്യൻ്റെ സൃഷ്ടിപ്പാകട്ടെ, അത് ഒരു തിരിച്ച് ഒരു മടക്കി പടച്ചോനെ കൊണ്ടുവരും. അപ്പം അല്ലാഹു മനുഷ്യനെ സൃഷ്ടിച്ചതുമായി ബന്ധപ്പെട്ട് സൂറത്തുൽ മുഅ്മിനീനിലെ ആയത്തുകൾ നോക്കിയാൽ മനസ്സിലാവും. എന്താണ്? സുമ്മ ജഅൽനാഹു, മനുഷ്യനെ വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ സുമ്മ ജഅൽനാഹു നുത്ഫതൻ ഫീ ഖറാറിൻ മക്കീൻ സുമ്മ ഖലഖനൻ നുത്ഫത അലഖതൻ ഫഖലഖനൽ അലഖത മുദ്ഗതൻ ഫഖലഖനൽ മുദ്ഗത ഇളാമൻ ഫകസൗനൽ ഇളാമ ലഹ്മ സുമ്മ അൻശഅനാഹു ഖൽഖൻ ആഖർ ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. നിങ്ങൾ ആലോചിച്ച് നോക്കി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്ന സന്ദർഭത്തിൽ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിൻ തുമ്പിലൂടെയാണ് നമ്മൾ ഈ ആയത്ത് കേൾക്കുന്നത്. എങ്ങനെയാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് എന്ന്. ആണിൻ്റെയും പെണ്ണിൻ്റെയും ബീജം കൂടിച്ചേർന്ന് അതൊരു ഭ്രൂണമായി, ഒരു 2 കോശമുള്ള സൈഗോട്ടായി ഭ്രൂണമായി, അത് 4 കോശമായി, 8 കോശമായി, 16 കോശമായി, അത് ഒരു ചെറിയ കുഞ്ഞു കുട്ടിയായി, പിന്നെ അതിന് പടച്ചോന് അവയവങ്ങളും, ഒരു മനുഷ്യൻ്റെ ഒരു രൂപം വന്നു, കണ്ണ് വന്നു, കാത് വന്നു, ഹൃദയം വന്നു, ഹൃദയമിടിപ്പ് വന്നു. അങ്ങനെ കൃത്യമായിട്ട് ഇന്ന് ഇപ്പം നമ്മൾ ആധുനിക വൈദ്യശാസ്ത്രം ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചതിന് ശേഷമാണ് ഒരു ഭ്രൂണത്തിൻ്റെ വളർച്ചയുടെ വ്യത്യസ്ത ഘട്ടങ്ങൾ വളരെ കൃത്യമായിട്ട് ശാസ്ത്രം മനസ്സിലാക്കിയത് ഇവിടെ അടുത്താണ്. പക്ഷെ 1400 കൊല്ലം മുമ്പ് ഇറങ്ങിയ ആയത്തിൽ വളരെ കൃത്യമായിട്ട് ഇന്ന് നമ്മൾ കണ്ടുപിടിച്ചത് എങ്ങനെയാണ് അതേപോലെയാണ് എന്ത് ചെയ്യുന്നത്. ഇപ്പം എത്രത്തോളം എന്ന് വെച്ചാൽ നമ്മളതിൻ്റെ അത്ഭുതം മനസ്സിലാക്കേണ്ടത്, ആദ്യമായി കണ്ടുപിടിച്ച മൈക്രോസ്കോപ്പ് ഉണ്ട് അല്ലേ? കുട്ടികളോടൊക്കെ ചോദിച്ചാറിയും. ആൻറ്റൺ വോൺ ലീവൻ ഹൂക്ക് എന്ന് പറഞ്ഞ ആളാണ് മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചത്. ആ അദ്ദേഹം കണ്ടുപിടിച്ച മൈക്രോസ്കോപ്പിൻ്റെ ഉള്ളിലൂടെ നോക്കിയിട്ട് മനുഷ്യബീജത്തെ, അതായത് ഒരു ആണിൻ്റെ ശുക്ലം മൈക്രോസ്കോപ്പിലൂടെ നോക്കിയിട്ട് അന്ന് പോലും ശാസ്ത്രജ്ഞന്മാർ മനസ്സിലാക്കിയ എന്തരങ്ങൾ, ശാസ്ത്രലോകം മനസ്സിലാക്കിയത് എന്തരങ്ങൾ, എങ്ങനെയാണ് കുട്ടികളുണ്ടാകുക അറിയോ? അതായത് ഈ ഗർഭാശയത്തിൽ ഈ പുരുഷൻ്റെ ബീജത്തിൽ എന്തുണ്ട്? ഒരു ചെറിയ കുട്ടിയുണ്ട്, ഒരു കുഞ്ഞു കുട്ടിയുണ്ട്. ആ കുട്ടി ഗർഭാശയത്തിൽ പ്രവേശിക്കുന്നതോടുകൂടി എന്ത് ചെയ്യും? അവിടുത്തെ ചോര വലിച്ചു കുടിച്ച് വലുതാവും. അതാണ് പിന്നെ മാസക്കുളി ഉണ്ടാകാത്തത്. അങ്ങനെയാണ് കുട്ടികൾ ഉണ്ടാകുന്നത് എന്നാണ് മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചിട്ടും ശാസ്ത്രലോകം വിശ്വസിച്ചത്. ഹോമങ്കുലസ് എന്ന് പറഞ്ഞ ചെറിയൊരു കുഞ്ഞു കുട്ടി ഈ ഭ്രൂണത്തിൻ്റെ ഉള്ളിലുണ്ട്, ഈ ആണിൻ്റെ ബീജത്തിൻ്റെ ഉള്ളിലുണ്ട്. അതിങ്ങനെ ഗർഭാശയത്തിൽ പ്രവേശിച്ചിട്ട് പിന്നെ അങ്ങനെ രക്തം കുടിച്ച് വലുതാകുകയാണ്. മൈക്രോസ്കോപ്പിലൂടെ നോക്കിയിട്ട് പുരുഷബീജത്തെ നോക്കിയിട്ട് അതിൻ്റെ തല കണ്ടിട്ട് പറഞ്ഞത് ആ കുട്ടിയാണെന്ന് പറഞ്ഞു. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചപ്പോഴൊക്കെയാണ് ഇത് കൃത്യമായിട്ട് എന്ത് ചെയ്തത്, ഇതിൻ്റെ ഘട്ടങ്ങളും ഇതൊക്കെ എന്താണെന്ന് മനസ്സിലായത്. പക്ഷേ 1400 വർഷം മുമ്പ് വിശുദ്ധ ഖുർആൻ അതിൻ്റെ ഘട്ടങ്ങൾ വിവരിക്കുകയാണ്. എത്ര കൃത്യമായിട്ടാണ്. ആദ്യം എന്ത് ചെയ്തു? അത് 2 ആണും പെണ്ണിൻ്റെയും ബീജം കൂടി ചേർന്ന ഒരു നുത്ഫയായി, എന്നിട്ടോ അത് പിന്നെ അലക്കത്തായി, ഈ ഗർഭാശയ ഭിത്തിയിൽ ഇങ്ങനെ തൂങ്ങിപ്പിടിച്ച് അട്ടയെപ്പോലെ തൂങ്ങിപ്പിടിച്ച് നിൽക്കുന്ന അട്ടയെപ്പോലെ എന്നാ പറഞ്ഞത്. അങ്ങനെ തന്നെയാണ്. നിങ്ങളിപ്പോൾ എടുത്തു നോക്കി അട്ടൻ്റെ അതേപോലെ. പിന്നെ അത് മുതുകയായി. മുതുക പറഞ്ഞ ഭാഷാർത്ഥത്തിൽ ചവച്ചരക്കപ്പെട്ടത് ഇതാണ്. നമ്മളിപ്പോൾ ഒരു ബബിൾക്ക് അങ്ങനെ ചവച്ചുകാരൻ തുപ്പിയാൽ എന്തുണ്ടാവും? ആ ബബിൾക്ക് എത്തുമ്പോൾ പല്ലിൻ്റെ അടയാളം ഉണ്ടാവും. അതേപോലെ നട്ടലിൻ്റെ സാധനം
ഉണ്ടായി വരുന്ന ചെറിയ ചെറിയ ഈ പല്ലിൻ്റെ മാരത്തെ ഇത് കാണാൻ പറ്റും. ഒരടുത്ത സ്റ്റേജിൽ നമുക്ക് കാണാൻ പറ്റും മുളുകയായി എന്നാണ്. എന്നിട്ട് ആ മുളുക എന്ത് ചെയ്തു? ആ മുളുക എല്ലായി മാറി. ആ എല്ലാം എന്ത് ചെയ്തു? അസ്ഥി മാംസം കൊണ്ട് അതിനെ, മസിൽ കൊണ്ട് അതിനെ പൊതിഞ്ഞു. അപ്പോൾ ആദ്യം എല്ലാം ഉണ്ടാകണം, പിന്നെ മസിലുണ്ടാകും. എന്നിട്ടോ സുമ്മ അൻശഅനാഹു ഖൽഖൻ ആഖർ, എന്നിട്ടൊരു മറ്റൊരു സൃഷ്ടിയായി അള്ളാഹു അതിനെ സൃഷ്ടിച്ചു എന്നാണ്. എന്നിട്ട് ഇതൊക്കെ പറഞ്ഞിട്ട് പടച്ചോൻ പറയണ എന്താ നിങ്ങൾ? സുമ്മ ഇന്നകും ബഅദ ദാലിക ലമയ്യിതൂൻ, നിങ്ങളെല്ലാവരും ഞാൻ മരിപ്പിക്കുന്ന പറഞ്ഞു. അവസാനിക്കണില്ല, ആ മരിച്ചോടുത്ത് നിൽക്കണില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ചൂടത്ത് ഇവിടെ വന്ന് നിൽക്കുന്നത്. എന്താണ്? സുമ്മ ഇന്നകും യൗമൽ ഖിയാമത്തി തുബഅസൂൻ, ഖിയാമത്ത് നാൾ രണ്ടാമത് നിങ്ങൾ എന്ത് ചെയ്യും? ആഴ്ച കൊടുത്താത്താനെയും മയമുട്ടിനെയൊക്കെ അതേമാതിരി തന്നെയാണ് വരിക. നമ്മളെന്നെ ഇക്കാരം അവിടെ. ഞാൻ അങ്ങനെ വിചാരിച്ചണ്ട, നമ്മളാവില്ല, നമ്മളെ പോലത്തെ വേറെ ആൾക്കാരാണ് വിചാരിച്ചണ്ട, നിങ്ങൾ തന്നെയാണ് അവിടെ ഉണ്ടാകുക. ഈ ഖബറിന്ന് നമ്മൾ തന്നെയാണ് രണ്ടാമത് ഉയർത്തെഴുന്നേറ്റ് വരിക എന്ന് പടച്ചോൻ കൃത്യമായിട്ട്. അപ്പൊ ഈ നമ്മൾ മനസ്സിലാക്കേണ്ട ഏത് അത്ഭുതങ്ങളും അള്ളാഹു പറയുമ്പം അത് മുട്ടിച്ചിനവിടെ ഞങ്ങൾ മരണാനന്തര ജീവിതത്തിലേക്കാണ്. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. അത് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ഈ അത്ഭുതങ്ങളൊക്കെ പറയണം. അപ്പം അതുകൊണ്ട് ഇതറിയാന്നുള്ളത്, ഈ അള്ളാഹുവിനെ അറിയാന്നുള്ളത് തന്നെ ആരാധനയാണ്. അള്ളാഹുവിനെ അറിയുമ്പോൾ നിങ്ങൾ അള്ളാഹിനെ സ്നേഹിക്കും. അള്ളാഹിനെ സ്നേഹിക്കുന്നത് ഇബാദത്താണ്. അള്ളാഹുവിനെ അറിയും തോറും നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടും. അള്ളാഹുവിനെ ഇഷ്ടപ്പെടും തോറും നിങ്ങൾ അള്ളാഹുവിൻ്റെ വാക്കുകൾ കേൾക്കാൻ ആഗ്രഹിക്കും. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കാൻ നിങ്ങളുടെ ഹൃദയം വെമ്പൽ കൊള്ളും. നിങ്ങൾക്ക് അള്ളാഹുവിൽ പൂർണ്ണമായ വിശ്വാസം ഉണ്ടാവും. ഏറ്റവും കൂടുതൽ നമ്മൾ വിശ്വസിക്കുന്ന, സ്നേഹിക്കുന്ന ആളെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുക, അല്ലേ? അള്ളാഹുവിനെ നമ്മൾ തവക്കുൽ ചെയ്യാൻ നമ്മൾ, കാരണം അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. എല്ലാം കാണുന്നവനും കേൾക്കുന്നവനും അറിയുന്നവനും എല്ലാറ്റിൻ്റെയും പരിഹാരം അറിയുന്നവനും ആ പരിഹാരം നടപ്പിലാക്കാൻ കഴിയുന്നവനുമായ ഒരു അള്ളാഹുവിനെയാണ് നിങ്ങൾ മറ്റെന്തിനേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ അള്ളാഹിനാണ് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുക? തവക്കുൽ ചെയ്യുക, വിശ്വസിക്കുക, ഭരമേൽപ്പിക്കുക. ആ അള്ളാഹുവിലേക്കുള്ള തിരിച്ചുപോക്കാണ് മരണം എന്നത്, അല്ലേ? ഒരു ചെറിയ ഇടങ്ങേറുണ്ടാവുമ്പോൾ പോലും വിശ്വാസി എന്താ പറയുന്നത്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നാണ്. നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടവരാണ്. ഈ ജീവൻ തന്ന, ഈ ഘട്ടം ഘട്ടമായി നമ്മളെ വളർത്തിക്കൊണ്ടുവന്ന് ജീവിക്കാൻ ആവശ്യമായ സകല സംവിധാനങ്ങളും ഇവിടെ ഒരുക്കി തന്ന്, നമ്മളെ ഉമ്മയേക്കാൾ നമ്മളെ സ്നേഹിച്ച് നമ്മളെ കാത്തിരിക്കുക, ഒരു വലിയ സ്വർഗവും സംവിധാനിച്ച് നമ്മളെ കാത്തിരിക്കുകയാണ് പടച്ചോൻ വിരുന്നിനും വേണ്ടി, അല്ലേ? ഒരു കല്യാണം കഴിഞ്ഞ് നമ്മൾ നല്ല സൽക്കാരൊക്കെ ഉണ്ടാക്കി മരോനും മരോളും കാത്തിരിക്കൂലേ? അതെന്തുകൊണ്ടാണ്? സ്നേഹമുള്ളതുകൊണ്ടാണ്, അല്ലേ? പണ്ടൊക്കെ അങ്ങനെയൊക്കെ വരുമ്പോൾ നോമ്പ് സൽക്കാരത്തിന് മൂതിരിട്ടൊരു കവറൊക്കെ കൊടുത്തിന്, ഇപ്പം ഒക്കെ പോയിക്കണ്. അതെന്താണ്? അതൊരു സ്നേഹമാണ്, വിരുന്നാണ്, സൽക്കാരമാണ്, സമ്മാനമാണ്. അള്ളാഹുവിൻ്റെ വിരുന്നാണ് സ്വർഗം. ഒരു കാതും കണ്ടിട്ടില്ലാത്ത, അല്ലെ, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യന്റെ മനസ്സിനും ഹൃദയത്തിനും സങ്കല്പിക്കാനാവാത്തതാണ് സ്വർഗം എന്ന് പറഞ്ഞാൽ. ആ സ്വർഗത്തിന്റെ വാതിലാണ് കഴിഞ്ഞ റമളാനിൽ പടച്ചോൻ നമുക്ക് വേണ്ടി തുറന്നിട്ടെന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, സ്വർഗത്തിന്റെ വാതിലുകൾ മുഴുവൻ തുറന്നിട്ടേക്ക, നരകത്തിന്റെ വാതിലുകൾ മുഴുവനും അടച്ചിട്ടേക്ക, സ്വർഗത്തിന് തടസ്സമായി നിന്നിരുന്ന പിശാചിനെ ചെങ്ങലക്കിട്ടേക്ക. പിന്നെ നമ്മളും സ്വർഗത്തിനിടയ്ക്ക് എന്തെങ്കിലും തടസ്സമുണ്ടോ? ഇല്ലല്ലോ. അങ്ങനത്തെ ഒരു കാലം കഴിഞ്ഞു പോയി, റമളാൻ കഴിഞ്ഞു പോയി. പക്ഷെ നമുക്ക് മാറാൻ പറ്റില്ല. നമ്മൾ പഴയ മാതിരിയായി ഇപ്പോഴും. അന്ന് ഖുർആൻ പൂട്ടിച്ച പിന്നെ നമ്മൾ മര്യാദക്കൊന്നും ഓതിയിട്ടില്ല, അല്ലേ? അന്ന് ചെയ്തിരുന്ന പല സുന്നത്തും പിന്നെ നമ്മൾ ചെയ്തിട്ടില്ല. എല്ലാം നമ്മൾ മാറ്റിവെച്ചു. നമുക്കും സ്വർഗത്തിനും ഇടയിലുണ്ടായിരുന്ന സകല തടസ്സങ്ങളെയും അള്ളാഹു നീക്കം ചെയ്ത് സ്വർഗത്തിന്റെ വാതിലുകൾ തുറന്നിട്ട് നരകത്തിന്റെ വാതിലുകൾ അടച്ച് പിശാചിനെ ചെങ്ങലക്കിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സ്വർഗത്ത് കയറ്റാൻ വേണ്ടി റെഡി ചെയ്യുന്നു. പക്ഷെ നമ്മൾ റെഡിയായില്ല. അപ്പൊ എന്താ പ്രശ്നം? നമ്മളടുത്താണ് പ്രശ്നം. നമ്മൾ മാറാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. നിങ്ങളെന്താ പറയുക, ഇത് ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ ഈ സ്വർഗവും നരകവും ഉണ്ടാക്കിയിട്ട് ജിബ്രീലിനോട് അത് കണ്ടുവരാൻ വേണ്ടിയിട്ട് പടച്ചോൻ പറയുന്ന ഒരു ഹദീസ് ഉണ്ട്. തിർമിദിയിലും അബൂദാവൂദിലൊക്കെ ഉദ്ധരിക്കണ ഹദീസാണ്. അത് കണ്ടിട്ട് സ്വർഗം ഉണ്ടാക്കി പടച്ചോൻ. എന്നിട്ട് ജിബ്രീലിനോടൊന്ന് പോയി നോക്കാൻ പറയാം. അങ്ങനെയല്ല, നമ്മളൊരു അതിർപ്പുള്ള സാധനം ഉണ്ടാക്കിയാൽ നമ്മൾ പറയാലോ ചെന്ന് പോയി നോക്ക്. അങ്ങനെ ജിബ്രീൽ പോയി കണ്ടുവന്നു എന്നാണ്.
അതെന്താ പറഞ്ഞ നിങ്ങള്? ഇത് കണ്ടാള് എന്നല്ല പറഞ്ഞത്, ഇത് കണ്ടോര് നല്ല ജിബിരിയിൽ പറഞ്ഞത്. ഇതിനെപ്പറ്റി കേട്ട ഒരാളും ഇതിലെത്താതെക്കൂല എന്നാണ്. അത്രയും അടിപൊളിയാണ് സ്വർഗം. എന്ത്? ഇതിനെപ്പറ്റി കേട്ട ഒരാളും ഇതിലെത്താതെക്കൂല എന്ന് പറഞ്ഞാല് എന്തേക്കാറ്? അപ്പൊ അള്ളാഹു സുബ്ഹാനഹു ഒരു കാര്യം ചെയ്തു. എന്ത്? ആ സ്വർഗത്തെ മക്കാരിഹകളായ കാര്യങ്ങൾ കൊണ്ടൊന്നാണ് പൊതിഞ്ഞു എന്നാ പറഞ്ഞത്. ഹഫ എന്നാ പറഞ്ഞ, ഹഫ ബിൽ മക്കാരി. എന്താ ഹഫ എന്താ? മക്കാരി പറഞ്ഞാല് ചെയ്യാൻ ഇടങ്ങേറുള്ള കുറച്ച് കാര്യങ്ങൾ കൊണ്ട് സ്വർഗത്തെ അങ്ങോട്ട് പൊതിഞ്ഞു. എന്നിട്ട് ജിബ്രീലിനോട് പറഞ്ഞു, ഒന്നുകൂടി ഇങ്ങനെ പോയി നോക്കാറ്. അങ്ങനെ രണ്ടാമത് ജിബ്രീൽ സ്വർഗം പോയി നോക്കിയിട്ട് വന്നിട്ട് പറഞ്ഞു, ഞാൻ ഭയപ്പെടുകയാണ്, ഒരൊറ്റ ആളും ഇതിലെത്തൂല എന്നാ പറഞ്ഞത്. ഒരൊറ്റ ആളും ഇതിലെത്തൂല എന്ന് ഞാൻ പേടിക്കുന്നുണ്ട് പറഞ്ഞു. കാരണം എന്താ നിങ്ങള്? കുറച്ചിടങ്ങേറുണ്ട്. സ്വർഗത്തിൽ കയറാൻ കുറച്ചിടങ്ങേറ് വെച്ചുകിടന്ന് തന്നെയാണ്. എന്താണ്? എല്ലാ കാര്യങ്ങളും കുറച്ചിടങ്ങേറ് പിടിച്ച കാര്യങ്ങളാണ് അല്ലേ? ഒഴുക്കിനെതിരെ നീന്തുമ്പോൾ നമുക്ക് സ്വർഗത്ത് പോകാൻ പറ്റില്ല. എല്ലാവരും കാട്ടണമാരി കാട്ടിയാൽ സ്വർഗത്തേക്ക് പോകാൻ പറ്റൂല അല്ലേ? നമ്മളെ ആൾക്കാർ വല്ല എന്താ ഒരു പ്രശ്നം, എന്താ പലിശക്കൊരു പ്രശ്നം, എന്താ ഒരു ഹൗസിംഗ് ലോണ് ഒരു 5%, 6% ലോണ്, വിദ്യാഭ്യാസ ലോണ് കുട്ടികൾക്ക് എടുത്തു കൊടുത്താൽ ഓനോടൊരാൾ പറഞ്ഞാണ്, ഓനൊരു ഉത്തരവാദിത്വ ബോധം ഉണ്ടാവില്ല. നമ്മളിങ്ങനെ പൈസ കൊടുത്താൽ ഓന ബോധം ഉണ്ടാവില്ല. ഓൻ്റെ പേരിൽ ലോൺ എടുക്കുമ്പോൾ ഓന് ബോധം ഉണ്ടാവും, ഇത് അടക്കണം, ഇതിന് പലിശ കൊടുക്കണം, അപ്പോൾ നന്നായി പഠിച്ചോളുന്ന്. എന്താലേ? അതാണ് പറഞ്ഞത്, ഈ പിശാചൊക്കെ ഭംഗിയാക്കി കാണിക്കുന്നതാണ്. എല്ലാം ഭംഗിയാക്കി, തെറ്റുകളെ ഭംഗിയാക്കി കാണിക്കുക. നമുക്ക് കേട്ടിരുന്ന കുഴപ്പമില്ലാന്നോല്ലേ അല്ലേ? ഒരു ചെക്കനെ നമ്മൾ സ്വന്തം മകന് പൈസ ഉണ്ട്, എന്നാലും ഓൻ ലോൺ എടുത്ത് പഠിപ്പിച്ചു. എന്തിനാണ്? ഓനൊരു ഉത്തരവാദിത്ത ബോധം ഉണ്ടാകാൻ വേണ്ടി. കാരണം ഓൻ ലോൺ അടക്കേണ്ടി വരും, അപ്പം കുതിരഴിച്ചൂല. ഇബ്ലീസ് നമ്മളെ മനസ്സ് കിട്ടേരാണ്. വസുയ്യിന ലഹുമു ശൈത്താൻ, ശൈത്താൻ ഭംഗിയാക്കി കാണിക്കുന്നതാണ്. അപ്പോൾ ആൾക്കാർ എന്തിനാ ഇപ്പോൾ ഒരു വീടുണ്ടാക്കാൻ ചെറിയൊരു ലോൺ എടുത്താൽ എന്താ? മെല്ലെ മെല്ലെ അടച്ചാൽ മതി. 20 കൊല്ലം കൊണ്ട് 25 കൊല്ലം കൊണ്ട് അടച്ചാൽ മതി. നമ്മളെ ശമ്പളത്തിൽ നിന്ന് ചെറിയൊരു EMI. കേട്ടാൽ നല്ല ചുരുക്കുണ്ട്, കേട്ടാൽ തോന്നുന്നു നല്ല പരിപാടിയാണെന്ന്. പക്ഷെ എന്താ നിങ്ങൾ? മാതാവിനെ വ്യഭിചരിക്കുന്നതിനേക്കാൾ ഗൗരവമാണ് പലിശയുടെ ഏറ്റവും ചെറിയ ഇനം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പം അതന്നെയാണ്, സ്വർഗത്ത് പോകണമെങ്കിൽ എന്ത് വേണം? കുറച്ചിടങ്ങേറുണ്ടാവും, ലോൺ എടുക്കാൻ പറ്റൂല അല്ലേ? ഇപ്പം കുടിയിരിക്കപ്പോൾ അടുക്കള, എൻ്റെ സുഹൃത്ത് പറഞ്ഞ അടുക്കള പറ്റ കിടന്ന് പെണ്ണുങ്ങൾക്ക് എന്താണ് അടുക്കള നന്നാക്കണം എന്നാ പറഞ്ഞത്. നിങ്ങൾ ബാക്കിയൊന്നും നന്നാക്കില്ല, അടുക്കളെങ്കിലും ഒന്ന് നന്നാക്കി തരുന്ന. അത് സത്യമാണ്. കാരണം പെണ്ണുങ്ങൾ ഏറ്റവും കൂടുതൽ ചെലവിടുന്ന സ്ഥലം അടുക്കളയാണ്. അപ്പോൾ അതെങ്കിലും നന്നായി കിട്ടിയാൽ അല്ലേ? നമ്മളമ്മാർ ചിലപ്പോൾ ഉമ്മാക്ക് സന്തോഷം ഉണ്ടാണെങ്കിൽ നമ്മൾ ബ്രോസ്റ്റ് കൊണ്ടുവന്നിട്ട് കാര്യമല്ല, നല്ല റോഡ് സൈഡിൽ നിന്ന് നല്ല ഈർക്കിലൊരു ചൂലിട്ടിയാൽ കൊണ്ടേ കൊടുത്താൽ മതി ഉമ്മാക്ക്. ഉമ്മ ചിലപ്പോൾ അത് ആ ബ്രോസ്റ്റിനേക്കാൾ ഉമ്മാക്ക് സന്തോഷം തേക്കാരാ നല്ല ഈർക്കിളില്ല ചൂല്, മാറാലിട്ടാൻ പറ്റിയ നല്ല ഉയരമുള്ള സാധനങ്ങൾ കൊടുന്നതിലും കിട്ടിയാൽ അത് കൊണ്ടേ കൊടുത്താൽ അമ്മ ഹാപ്പിയാവും. അത് ഓരോരുത്തർക്കും അങ്ങനത്തെ കാര്യങ്ങളാണ് ഇഷ്ടം. ഇപ്പം സഹോദരങ്ങളെ, നമ്മളെന്താ പറയുക, അള്ളാഹ്ക്ക് എന്താണ്, അള്ളാഹ്ക്കും റസൂലിന് എന്താണോ ഇഷ്ടം അതാണ് നമ്മളിഷ്ടം, അതാകണം നമ്മളിഷ്ടം. അപ്പോഴാണ് സ്വർഗം കിട്ടുക. സ്വർഗം കിട്ടണമെങ്കിൽ കുറച്ചിടങ്ങേറുണ്ട്. കാരണം എന്താ പറയുക, കാലാകാലം ഉള്ളതാണ് സ്വർഗം എന്ന് പറഞ്ഞാൽ. ഇവിടുത്തെ 5 കൊല്ലം 10 കൊല്ലം 100 കൊല്ലമല്ല. ഇവിടെ ആൾക്കാർ ഈ കെട്ടിമറിയണൊക്കെ എന്തിനാണ്? ഒരു 20-25 കൊല്ലം ജീവിക്കാനാണ് ഈ കെട്ടിമറിയണത്. ഇത് കാലാകാലാണ്, അവസാനമല്ല, മരണമല്ല. പിന്നെ അവിടുന്ന് അങ്ങോട്ട് എല്ലാ സുഖങ്ങളും ആലോചിച്ച് നോക്കി. നമ്മളിവിടെ ഒരു റൂം എടുത്ത് ഒരു ദിവസം നല്ല റൂം നല്ലൊരു സ്ഥലത്ത് എടുക്കണമെങ്കിൽ എത്ര പൈസ കൊടുക്കണം അല്ലേ? നല്ല റിസോർട്ടിൽ ഒരു ദിവസം നിൽക്കണമെങ്കിൽ നിങ്ങൾ 4 കുട്ടികളായിട്ട് പോയി നോക്കി. അങ്ങനെ ചെറിയ പൈസ കൊണ്ട് നിൽക്കാൻ പറ്റൂല. നല്ല സൗകര്യങ്ങൾ കൊടുത്ത് നല്ല പൈസ കൊടുക്കണം. ഒരു ദിവസം 2 ദിവസമൊക്കെ ചൊറുക്കുണ്ടാവുള്ളൂ. അപ്പം പിന്നെ നമുക്ക് അവിടെ നിന്ന് നമ്മൾ ആഫീസ് കിട്ടും. ഇത് കിയാമത്ത്, ഇത് കാലാകാലാണ്, മരണമല്ല. അതാണ് സ്വർഗം. അപ്പം ഈ കയറണമെങ്കിൽ നമ്മൾ കുറച്ച് മെനക്കെടണ്ടേ? അതേപോലെ നരകണ്ടാക്കിയിട്ട് ജിബ്രീലിനോടൊന്ന് പോയി നോക്കാൻ വേണ്ടി പറയാണ്. അങ്ങനെ പോയി നോക്കി ജിബ്രീൽ വന്നിട്ട് പറയാണ്, ഇതിനെപ്പറ്റി കേട്ടൊരാളും ഇത് ചാടൂലാന്ന്, അതിൽ മുകൂലാന്നാണ്. ഓനെ രക്ഷപ്പെടും ഇന്ന് നോക്കി നടക്കും. അതിൽ അള്ളാഹു എന്താ ചെയ്ത നിങ്ങൾ? അള്ളാഹു ഹഫ ബിൽ ഷഹവാത്തി എന്നാണ്. അള്ളാഹു ഷഹവാത്തുകൾ കൊണ്ട് നരകത്തെങ്ങട്ട് പൊതിഞ്ഞു എന്നാണ്, ദേഹേച്ഛകൾ കൊണ്ട്. ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യം, നമ്മളങ്ങനെ മനസ്സ് പ്രേരിപ്പിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ, മനുഷ്യൻ്റെ ദേഹേച്ഛകൾ കൊണ്ട് അതിനോട് പൊതിഞ്ഞു. എന്നിട്ട് ജിബ്രീലിനോട് ഒന്നുകൂടി പോയി നോക്കിയിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ജിബ്രീൽ പോയി നോക്കി വന്നിട്ട് പറഞ്ഞു, എല്ലാവരും കുണ്ടിലും മുകുന്നാ പറഞ്ഞു. എല്ലാവരും കുണ്ടിലും മുകും, ഞാൻ പേടിക്കുന്നുണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് സഹോദരങ്ങളെ, നരകത്തിൽ മുകണ കാര്യങ്ങൾ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം.
ഞാൻ പറഞ്ഞു തരുന്നത് എന്താ വെച്ചാല് നമുക്ക് അള്ളാഹു കണ്ണും ചെവിയും കാതും ഇതൊക്കെ നൽകി എന്തിനാ വെച്ചാല് ഇതൊക്കെ മനസ്സിലാക്കാനും അറിയാനും വേണ്ടിയിട്ടാണ്. സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖി വഫീ അൻഫുസിഹിം ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്. ആലോചിച്ച് നോക്കി, ഈ എന്താണ് പ്രപഞ്ചത്തില് ആഫാഖില് നിങ്ങളിൽ തന്നെയും ഈ കാണുന്ന ഈ ചുറ്റുമുള്ള അണ്ടകടാഹങ്ങളും ഗോളങ്ങളും നക്ഷത്രങ്ങളും അതേപോലെ തന്നെ നിങ്ങളുടെ ശരീരത്തിൽ തന്നെയും അള്ളാഹു കുറേ ആയാത്തുകൾ ദൃഷ്ടാന്തങ്ങളുണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞില്ല, ചന്ദ്രനിൽ പോയി വരാൻ നമ്മൾ മുകളിലേക്ക് നോക്കുമ്പം കാണുന്ന മഹാ അത്ഭുതങ്ങൾ, ഈ നക്ഷത്രങ്ങൾ നമ്മളെ ശരീരത്തിൽ തന്നെയുള്ള. ഞാൻ ഇപ്പൊ ഇന്നിവിടെ വരുമ്പോൾ മൂപ്പരോട് ചോദിച്ചു, നിങ്ങളെ പെരയിലെ വെള്ളത്തിന്റെ ടാങ്ക് എത്രയാണ് ചോദിച്ചു. മൂപ്പരന് 1000 ലിറ്റർ ആണെന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ ഒരു ഓർമ്മ 1000 ലിറ്ററിന്റെ പെരയിൽ 2500 അങ്ങനെ എന്തോ ആണ്. ഞാൻ എന്തിനാ ചോദിച്ചാല് നമ്മളെ ഹൃദയം ഒരു ദിവസം, നിങ്ങൾക്കറിയാം, ഒരു ദിവസം നമ്മളെ ഹൃദയം 1,00,000 പ്രാവശ്യം സ്പന്ദിക്കുന്നു. 7000 ലിറ്റർ ബ്ലഡ് നമ്മളെ ഹൃദയം പുറത്തേക്ക് തള്ളുന്നുണ്ട്. ഒരു ദിവസം നമുക്ക് 7000 ലിറ്റർ ചോര വേണം. 7000 ലിറ്റർ. നിങ്ങളെ പെരയത്തെ ടാങ്ക്, വെള്ളത്തിന്റെ ടാങ്ക് 1000 ലിറ്റർ ഉള്ളൂ. ഇനി വലിയ പൈസക്കാരാണെങ്കിൽ, വലിയ ബമ്മാടൊക്കെ ആണെങ്കിൽ ഒരു 3000, അല്ലെങ്കിൽ 2 വെച്ച 6000 ആവുള്ളൂ. 7000 ലിറ്റർ ആലോചിക്ക്. 7000 ലിറ്റർ ഉള്ള ടാങ്ക് നിങ്ങൾ വെള്ളം അടിച്ചണമെങ്കിൽ കറണ്ടിന് എത്ര പൈസ കൊടുക്കണം? ഒരു ദിവസം 7000 ലിറ്റർ ബ്ലഡ് ഹൃദയം പുറത്തേക്ക് തള്ളുന്നുണ്ട്, എല്ലായിടത്തും എത്തിക്കാൻ വേണ്ടിയിട്ട്. 1,00,000 പ്രാവശ്യം ഹൃദയം ഇടിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയതൊക്കെ നമ്മളെ തലച്ചോറ് അത്ഭുതങ്ങളാണ്. മനുഷ്യൻ ഇപ്പോഴും ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ തലച്ചോറിനെ പോലത്തെ കമ്പ്യൂട്ടറാണ്. നിങ്ങളെ ഫോൺ എത്ര? ഇപ്പൊ കഴിഞ്ഞ ഫോൺ എത്ര? എന്റെ ഫോണ് 512 GB ആണ്, അറിയും അല്ലേ? 512 GB അല്ലെങ്കിൽ 1 TB ഒക്കെയാണ് ഇപ്പൊ വലിയ ഫോൺ എന്ന് പറഞ്ഞപ്പോ അതാണ് 1 TB. നിങ്ങളെ തലച്ചോറ് എത്ര നിങ്ങൾക്ക്? 2400 TB ആണ്, അല്ലെങ്കിൽ 24,000 GB ആണ് തലച്ചോറ് പറഞ്ഞാല്. മെമ്മറി, വെറും മെമ്മറി, ഹാർഡ് ഡിസ്ക് മാത്രമല്ല തലച്ചോറ്. തലച്ചോറിൽ എല്ലാ പരിപാടിയും അതിന്റെ കൂട്ടത്തിലൊരു പരിപാടിയാണ് സ്റ്റോറേജ് പറഞ്ഞത്. സ്റ്റോറേജിന് മാത്രമുള്ള സാധനമല്ല തലച്ചോറ്, എല്ലാ പരിപാടിയും ഇവിടെ നടക്കുന്നുണ്ട്. അതിന്റെ ഒപ്പം അതിന് 2400 TB സ്റ്റോറേജ് കപ്പാസിറ്റി ഉണ്ട്. 1 TB പറഞ്ഞാൽ തന്നെ 1000 GB ആണ്. അത്രയും കപ്പാസിറ്റി ഉള്ള ഒരു തലച്ചോറ്. എല്ലാം നമ്മൾ ഏത് സാധനങ്ങളിട്ടേക്ക് മനുഷ്യന്റെ ശരീരം എല്ലാം അത്ഭുതമാണ്, അല്ലേ? ഒരു ഡയാലിസിസ് ചെയ്യുമ്പോൾ നമ്മളെന്താണ്, ഒരു ഡയാലിസിന്റെ മെഷീൻ തന്നെ അതിന്റെ വലുപ്പത്തിൽ ഫ്രിഡ്ജിന്റെ വലുപ്പമുണ്ട് ഒരു ഡയാലിസിസ് മെഷീൻ. അതിപ്പോ ഒരു കിഡ്നിന്റെ പണിയാണ് ഇപ്പൊ എടുക്കണത്. നമ്മളെ കിഡ്നി എത്ര? നാടൻമാങ്ങന്റെ അണ്ടിന്റെ അത്രയൊക്കെ ഉള്ള ഒരു കിഡ്നി പറഞ്ഞാൽ, ഒരു നാടൻമാങ്ങന്റെ വലുപ്പമുള്ള ഒരു കിഡ്നി. ആ കിഡ്നി എടുക്കുന്ന പണിയാണ് ഇപ്പൊ ഈ പെട്ടിമരുത്ത മെഷീൻ എടുക്കണം. അതും പൂർണ്ണമായിട്ട് എടുക്കണില്ല, അത് കുറെ പ്രശ്നങ്ങൾ അതുകൊണ്ടുണ്ട്. പിന്നെ കുറെ പണി നടക്കാത്തതുണ്ട്. കിഡ്നി നടത്തുന്ന പല കാര്യങ്ങളും അതിനെ കൊണ്ട് നടത്താൻ പറ്റാത്തതുണ്ട്. അങ്ങനെ മനുഷ്യ ശരീരം ഒരു അത്ഭുതങ്ങളാണ്. ഈ അത്ഭുതം മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പറ്റി അറിയാനും മനസ്സിലാക്കാനാണ്. നമ്മളെ കണ്ണ്, അല്ലേ? കണ്ണിന്റെ ക്യാമറന്റെ പവർ എത്രയാണ്, അല്ലേ? അതിന്റെ ലൈറ്റ് കൂടുമ്പോൾ കുറയുമ്പോഴൊക്കെ നമ്മൾ ലെൻസ് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ലെൻസിന് രക്തക്കോയിൽ, ശരീരത്തിലെ രക്തക്കോയിൽ ഇല്ലാത്ത അവയവമാണ് ലെൻസ്. ബാക്കിയുള്ള എല്ലാ അവയവങ്ങൾക്കും രക്തക്കോയിലുണ്ട്. ലെൻസിൽ എന്താ രക്തക്കോയിൽ ഇല്ലാത്തത്? ലെൻസിന്റെ കൂടെ രക്തക്കോയിൽ പോയാൽ എന്തേക്കാരം സ്ഥിതി? നമ്മൾ രക്തക്കോയിൽ ഇങ്ങനെ ഈ ലെൻസ് ഇത്ര ക്ലിയർ ആയിട്ട് കാണുന്നത് എന്തുകൊണ്ടാണ്? നമ്മളെ ലെൻസ് ക്ലിയർ ആണ്, അതിന്റെ ഉള്ളിൽ മാത്രം രക്തക്കോയിൽ. ബാക്കി ശരീരത്തിലെ എല്ലാ അവയവങ്ങളിലും രക്തക്കോയിലുണ്ട്, ലെൻസിൽ രക്തക്കോയിലില്ല. അവിടെ ഓക്സിജൻ എത്തിക്കാൻ അല്ലാഹു വേറെ സംവിധാനമാണ് ഒരുക്കിക്കുന്നത്, അല്ലേ? അപ്പൊ അങ്ങനെ എന്ത് നമ്മളെ ശരീരത്തിൽ എന്തെടുത്താലും നമ്മളെ ഈ 206 എല്ലുകള്, അങ്ങനെ നമ്മളെ താങ്ങി നിർത്തുന്ന എല്ലുകള്, അതിലെ കാൽസ്യം എന്ന് പറഞ്ഞാല് നമ്മൾ ജനിച്ചപ്പോഴുള്ള കാൽസ്യം അല്ല ഇപ്പൊ ഉള്ളത്. അതിലെ കാൽസ്യം, അതിലെ സാധനങ്ങളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കണ്. അങ്ങനെ മനുഷ്യ ശരീരത്തിലെ നമ്മുടെ DNA മനുഷ്യന്റെ DNA ഇങ്ങനെ അങ്ങോട്ട് ഏച്ചൂട്ടിയാൽ എത്ര? 7200 കോടി കിലോമീറ്റർ ആണ്. 7200 കോടി കിലോമീറ്റർ ആണെന്ത്
ഒരാളുടെ ശരീരത്തിലെ DNA എന്ന് പറഞ്ഞ കോശത്തിൽ ഇങ്ങനെ ചുരുട്ടി വെച്ച സാധനമാണ് DNA എന്ന് പറഞ്ഞാൽ. അതിങ്ങനെ നീർത്തിയാൽ ഒരു കോശത്തിലെ DNA നീർത്തിയാൽ 2 മീറ്റർ ഉണ്ട് എന്നാണ്. നിങ്ങളെ എല്ലാ കോശം 39 ട്രില്യൺ കോശങ്ങൾ മുഴുവൻ DNA എടുത്ത് നിങ്ങൾ പട്ടം പറത്തണമാരി ഇങ്ങനെ ഏച്ചുകൂട്ടിയാല് 7200-800 കോടി കിലോമീറ്റർ ഉണ്ട്. ഇവിടുന്ന് സൂര്യൻക്ക് തന്നെ 15 കോടി കിലോമീറ്റർ ഉള്ളൂ. അതിനേക്കാൾ നീളമുണ്ട് ഒരാളുടെ DNA. അപ്പൊ ഇത്രയും സങ്കീർണമായ ഒരു സൃഷ്ടിപ്പ് അള്ളാഹു നടത്തിയിട്ട് അല്ലെ, ഈ ആകാങ്ങൾ മേലേക്ക് നോക്കി നക്ഷത്രങ്ങളും ഗ്രഹങ്ങളൊന്നും കൂട്ടിയിടിക്കാതെ ഈ സൂര്യൻ അല്ലെ, ഈ ഭൂമിന്റെ പൊസിഷൻ ഒന്ന് സൂര്യന്റെ ഒക്കെ അടുത്താണെങ്കിലോ നമ്മളൊക്കെ കത്തി ചാമ്പലാവും. ഒന്ന് കുറച്ച് ബാക്കൊക്കെ പുറത്തേക്കാണെങ്കിലോ തണുത്തറിഞ്ഞ ഐസായിട്ടുണ്ടാവും. അത്രയും കറക്റ്റ് ആയിട്ടാണ് ഈ എന്ത് ചെയ്യുന്നത്, ഈ സൂര്യനിൽ നിന്ന് ഭൂമി കൃത്യമായിട്ട് നിലകൊള്ളുന്നത്. ഇതൊക്കെ വിശുദ്ധ ഖുർആന് കൃത്യമായിട്ട് നമ്മളെ ഓർമ്മപ്പെടുത്താണ്, ചിന്തിക്കാൻ വേണ്ടി, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ എന്തിനാണ് സഹോദരങ്ങളെ? ഇതൊക്കെ എന്തിനാണ്? അഫഹസിബ്തും അന്നമാ ഖലഖനാകും ഹബസ, വെറുതെ അങ്ങോട്ട് സൃഷ്ടിച്ചു വിട്ടതാണ്. അത്രയും സങ്കീർണമായ ഒരു സൃഷ്ടിപ്പ് നടത്തിയിട്ട് മരിച്ചങ്ങോട്ട് മണ്ണായി പോണതോടുകൂടി അവസാനിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്നാണ്. നിങ്ങളൊക്കെ വെറുതെ സൃഷ്ടിച്ചതാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു നമ്മളോട് ചോദിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ കണ്ണുകൾ പലതും കാണുന്നുണ്ട്, പക്ഷേ നമ്മൾ കണ്ടറിയുന്നില്ല. കാണലും കണ്ടറിയലും വ്യത്യാസമുണ്ട്. പടച്ചോടൊക്കെ ചോദിക്കല്ലോ, അഫലാ തുബ്സിറൂൻ, നിങ്ങൾ കാണുന്നില്ല എന്നല്ല, നിങ്ങൾ കണ്ടറിയുന്നില്ല എന്നാണ്. കാണുന്നതും കണ്ടറിയണവും കുറച്ച് വ്യത്യാസമുണ്ട് അല്ലെ. ഈ അറബിയില് ഫഅലിൻ തഫഅലി ഉണ്ട്. എന്ത്? ഫഅലിൻ തഫഅലി ഉണ്ട്. ഫഅല എന്ന് പറഞ്ഞാൽ ചെയ്തു എന്നാണ്. ചെയ്തു, ഒരു കാര്യം ചെയ്യണീനാണ് ഫഅല എന്ന് പറയാ. തഫഅല എന്ന് പറഞ്ഞാല് മെനക്കെട്ട് ചെയ്യണീനാണ്, എടങ്ങേറുടിച്ച് ചെയ്യണീനാണ്, കുറച്ച് മെനക്കെടുന്നതിനാണ്. ഒരു മഷക്കത്തുണ്ടാവും, ഒരു എടങ്ങേറുണ്ടാവും. തഫഅല. ബസറ തുബ്സിറൂനാണ്. അഫലാ തുബ്സിറൂൻ, നിങ്ങൾ കണ്ടറിയുന്നില്ലേ? അപ്പൊ ഒരു മെനക്കെട്ട് കാണണം, കണ്ടാലോചിക്കണം അല്ലെ. നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? യതദബ്ബർ, തദബ്ബർ എന്ന് പറയും. ദബ്ബറ തതദബ്ബർ തഫഅല, എല്ലാത്തിനും ഒരു മെനക്കെട് വേണം. അങ്ങനെ ആലോചിക്കുക എന്നല്ല പറയാം, ഉറ്റാലോചിക്കുന്നില്ലേ? അപ്പൊ സഹോദരങ്ങളെ, ഇതൊക്കെ കണ്ടിട്ടും നമ്മൾ കാണാത്തവരെ പോലെ ആകരുത് അല്ലെ. ഈ കണ്ണുകൊണ്ട് കാണാൻ, ഈ 2 ചെവി കൊണ്ട് കേൾക്കാൻ, ഹൃദയം കൊണ്ട് ചിന്തിക്കാൻ അല്ലെ, തലച്ചോറ് കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ. വിശുദ്ധ ഖുർആൻ ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, അവർക്ക് ഹൃദയമുണ്ട്, അവർ എന്തില്ല, അവർ അതുകൊണ്ട് ചിന്തിച്ച് കാര്യങ്ങൾ ഗ്രഹിക്കുന്നില്ല. കണ്ണുണ്ട്, അവർ കണ്ട് മനസ്സിലാക്കുന്നില്ല. ചെവിയുണ്ട്, പക്ഷെ അവർ കേട്ട് ഗ്രഹിക്കുന്നില്ല, കേട്ടറിയുന്നില്ല, കണ്ടറിയുന്നില്ല, കാര്യങ്ങൾ ചിന്തിക്കുന്നില്ല. ഇതൊക്കെ പടച്ചോൻ തന്നിട്ട് എന്തിനാണ് സഹോദരങ്ങളെ ചിന്തിക്കേണ്ടത്? എന്താണ് ചിന്തിക്കേണ്ടത്? അള്ളാഹുവിനെ കുറിച്ചാണ്. മഅരിഫത്തുള്ളാണ്, അള്ളാഹുവിനെ നമ്മൾ അറിയലാണ്, അള്ളാഹുവിനെ നമ്മൾ മനസ്സിലാക്കലാണ്. ആ അള്ളാഹുവിനെ നമ്മൾ അറിയുമ്പോൾ എന്തുണ്ടാവും? ആ അള്ളാഹുവിനെ നമ്മൾ അറിയുമ്പം നമ്മൾ അള്ളാഹുവിനെ അങ്ങേയറ്റം സ്നേഹിക്കും അല്ലേ. അങ്ങേയറ്റം നമ്മൾ സ്നേഹിക്കും. കാരണം എന്താ? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല, ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് ആരാണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ മരണത്തെയും ജീവിതത്തെയും അള്ളാഹു സംവിധാനിച്ചത് എന്നാണ്. അപ്പൊ അതുകൊണ്ട് ഈ ജീവിതത്തിന് കൃത്യമായൊരു ലക്ഷ്യമുണ്ട്. എന്തെങ്കിലും ചെയ്യുമ്പോൾ ഏറ്റവും നന്നായി ചെയ്യുക. ഒരു 2 റക്അത്ത് നിസ്കരിച്ചാണെങ്കിൽ തന്നെ അത് നന്നായി ഊതുകൊടുത്ത്, നന്നായി നല്ല നിയ്യത്തോടും നല്ല ഖുശൂഅോടും കൂടി നിസ്കരിക്കുക. കാര്യങ്ങൾ നന്നാക്കി കുറെ ചെയ്യുക എന്നുള്ളതല്ല, ചെയ്യണത് നന്നാക്കി ചെയ്യുക. അതിനു വേണ്ടിയിട്ടാണ് അള്ളാഹു എന്ത് ചെയ്ത് ഈ ജീവിതത്തെ സംവിധാനിച്ചത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഈ ദുനിയാവില് ഇവിടെ എന്നൊന്നും ജീവിക്കില്ല, കുറച്ചു കാലം ജീവിക്കുള്ളൂ. ഇവിടെ കുറെ ആളുകൾ ജീവിച്ച് മരിച്ചുപോയി. നമ്മളിപ്പോ ഒരു യാത്രയിലാണ്, നമ്മളിനി കുറച്ചു കാലം ഉണ്ടാവും അല്ലെ. ഇപ്പൊ ഞാൻ അങ്ങനെ ആലോചിക്കുന്നു, നമ്മൾ സ്കൂളിൽ പോയതും മദ്രസിൽ പോയതും, ഇപ്പൊ നമ്മളെ കുട്ടികള് പോലും മദ്രസിൽ പോണു, സ്കൂൾ ഇപ്പൊ അതേമാതിരിയല്ല. ഇപ്പൊ മദ്രസ സ്കൂളൊന്നും ഒക്കെ മാറ്റം വന്നു. ഇനിയിപ്പോ കുറച്ച് കഴിഞ്ഞാല് നമ്മളെ പേരക്കുട്ടികള് വേറെ രൂപത്തിലേക്കാണ് മദ്രസ സ്കൂളൊക്കെ അല്ലേ. നമുക്കിങ്ങനെ പ്രായമായില്ലേ, നമ്മള് ജീവിതത്തിന്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങി. ഇനിയിപ്പോ നമ്മളെ കൂടെയുള്ള ആളുകൾ കുറച്ച് ആൾക്കാരൊക്കെ മരിച്ചുപോയി. എന്റെ കൂടെയുള്ള ആൾക്കാർ തന്നെ ഏകദേശം 2-3 ആൾക്കാരൊക്കെ മരിച്ചുപോയി ഇപ്പൊ തന്നെ.
അപ്പൊ നമ്മളെ അവസരം കാത്തിരിക്കണം. ഇപ്പൊ നമ്മളെ ടൈമൊക്കെ ആദ്യമേ എഴുതിയിട്ടുണ്ട്, ഇത് എന്നാണെന്ന് അറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമുക്കും ഒരു മരണ തീയതി ഉണ്ട് അല്ലെ? നമ്മുടെ മേലെയും ഒരു മീസാൻ കല്ല് നാട്ടപ്പെട്ട് എല്ലാവരും ഖബർസ്ഥാനിൽ തിരിച്ചു പോണ ഒരു ദിവസം ഉണ്ടാകും അല്ലെ? കണ്ണിയൻ ഡോക്ടർ മരിച്ചു എന്ന് പറയും. മൂപ്പര് നല്ല വയറൊക്കെ ആയിരുന്നു, എന്താ ചെയ്യാ, സമയമായപ്പോ എല്ലാവരും പോകൂലേ എന്ന് പറയുന്ന ഒരു ദിവസം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഈ ദുനിയാവിൽ എന്തായാലും ഒരു വഴിയാത്രക്കാരനാണ്. ഒരു വിശ്രമിക്കാൻ വന്നാൾ ഒരു എയർപോർട്ട് കയറി നമ്മളിപ്പോ ഉമ്രക്കൊക്കെ പോകുമ്പം ആ കരിപ്പൂര് വിമാനത്താവളത്തിലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചു നേരം ഇരുത്തുണ്ട്. എല്ലാം കഴിഞ്ഞ് വിമാനത്തിൽ കയറാഞ്ഞ് മാത്രമേ ഉള്ളൂ പറയുമ്പം ഒരു സമാധാനം. മറ്റേ നമുക്ക് ഒരേ ബേജാറാണ്. മറ്റേ സെക്യൂരിറ്റി ചെക്കിൽ നമ്മളെ പെട്ടി തുറക്കോ, പെട്ടി പൊളിച്ചോ, ഞങ്ങൾക്ക് കൂടി പുറത്തേക്കിടുവോ, ഇതെല്ലാ ബേജാറും ഒക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് ടിക്കറ്റും കിട്ടി എന്താണ് മൂത്രമൊക്കെ ഒഴിച്ച് വന്ന് നിസ്കാരം കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കഞ്ഞ് വിളി വന്നാല് നമ്മൾ കയറിയാൽ മതി വിമാനത്തേക്ക്. അപ്പൊ നമ്മളൊരു മാനസികാവസ്ഥ എന്തേ? കാരണം നമ്മളിപ്പോ അവിടെ എങ്ങനെ എന്താ അവിടെ എയർപോർട്ട് ചൊറുക്കിൽ ആരാ അവിടെ വരച്ചിക്കണ് അല്ലെ? എവിടെ എന്താ ഒരു പെയിന്റ് ഒക്കെ ഇല്ലാത്തത്? നമുക്കൊന്ന് നാളെ പെയിന്റ് അടിച്ചണമെന്ന് ആർക്കെങ്കിലും തോന്നുമോ അല്ലേ? ആ വിമാനത്താളത്തിരിക്കും നമുക്ക് അങ്ങനെ എന്തെങ്കിലും തോന്നും, ഇവിടെ നാളെ വന്നിട്ട് എന്തെങ്കിലും പെയിന്റ് അടിച്ചണം തോന്നുമോ? കാരണം ഇത് നമ്മളിവിടെ കുറച്ചേരം ഇരിക്കുള്ളൂ. ആ ഒരു മാനസികാവസ്ഥയാണ് ഒരു സത്യവിശ്വാസിക്ക് ദുന്യാവിനോട്. കുൻ ഫി ദുന്യാക അന്നക ഗരീബുൻ ഔ ആബിർ സബീൽ എന്നാണ്. ഒരു വഴിയാത്രക്കാരനെ പോലെയാകണം നീ ദുനിയാവിൽ എന്നാണ്. നമ്മള് ഒരു യാത്ര പോവുകയാണ്. എങ്ങോട്ടാണ്? അള്ളാഹുവിലേക്കുള്ള യാത്രയാണ്, പരലോകത്തേക്കുള്ള യാത്രയാണ്. അവിടെ നമ്മൾ രക്ഷപ്പെടണം. അള്ളാഹുവിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുമ്പം നമുക്ക് എന്തുണ്ടാകരുത്? അവിടെ നമ്മൾ നഖം കടിക്കുന്നൊരവസ്ഥ ഉണ്ടാകരുത്. കാരണം അവിടുന്ന് ഒരു തിരിച്ചു പോക്ക് സാധ്യമല്ല. അതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം. നിങ്ങൾ ദുന്യാവിന്റെ ഏതൊരു കാര്യം എടുത്താലും, ഇപ്പൊ പണ്ട് സ്കൂൾക്ക് പോകാത്തവർക്ക് വരെ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? 10ാം ക്ലാസ് തുല്യതാ പരീക്ഷ ഉണ്ട്. തുല്യതാ പരീക്ഷ കുത്തിരുന്ന് പഠിച്ചു പോയി പരീക്ഷ നിങ്ങൾക്ക് 10ാം ക്ലാസ്സും നിങ്ങൾക്ക് എന്ത് പഠിച്ചാൽ നിങ്ങൾക്ക് LLB വേണമെങ്കിൽ പഠിച്ചാൻ പറ്റും. ഏത് പരീക്ഷ 2ാമതും 3ാമതും ഒക്കെ എഴുതാൻ പറ്റും. പക്ഷെ പരലോകത്തും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? ഒരു തിരിച്ചു പോക്ക് ദുനിയാവിലേക്ക് സാധ്യമല്ല. ഞാൻ ഇനി പോയിട്ട് കുറച്ചും കൂടിയൊക്കെ നന്നായിട്ട് വരാം എന്ന് പറയാനുള്ള ഒരു അവസരം അള്ളാഹു പരലോകത്ത് വെച്ചില്ല. കാരണം എന്താ വെച്ചാല്, കാരണം വളരെ കൃത്യമായിട്ട് അള്ളാഹു ഖുർആനിൽ എന്തുണ്ട്, ഇത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും അത്ഭുതമാണ്. വിശുദ്ധ ഖുർആനില് സ്വർഗാവകാശികളും നരകാവകാശികളും തമ്മിൽ നടക്കുന്ന സംസാരമൊക്കെ ഉണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചു എന്തിനാപ്പോ ഇതൊക്കെ പടച്ചോൻ പറയണേ? സ്വർഗക്കാരും നരകക്കാരും ഇങ്ങനെ പറയും. നിങ്ങൾ എന്താ സ്വർഗത്തില്? നമ്മൾ രണ്ടാളും ഒരു പള്ളിക്കല്ലേ നിസ്കരിച്ച്, നമ്മൾ ഒരു സഫിലല്ലേ നിന്നീന്, നമ്മൾ ഒരു മഹലിലല്ലേ, നമ്മൾ ഒരു ഹജ്ജിലെ ഗ്രൂപ്പിലല്ലേ നമ്മൾ ഹജ്ജിന് പോയത്. പിന്നെ നിങ്ങളെന്താ സ്വർഗം? നിങ്ങൾക്ക് എന്താ, ഞമ്മക്കെന്താ നിങ്ങൾക്ക് എന്താ വെളിച്ചം കിട്ടും, ഞങ്ങൾക്കെന്താ ഇരുട്ടില്? ഇതൊക്കെ നാളെ പരലോകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സൂറത്ത് അതീത് ഓതി നോക്കി. അതില് അങ്ങോട്ടും ഇങ്ങോട്ടുണ്ട്. ചില ആൾക്കാർ ഇരുട്ടില്, ചില ആൾക്കാർ വെളിച്ചത്തിട്ട്, വെളിച്ചത്തിൽ ഒരു ഇരുട്ടിലോട് ഇങ്ങനെ സംസാരിക്കുക. ഞങ്ങൾക്ക് എന്താ വെളിച്ചമില്ലാത്ത, നിങ്ങൾക്ക് എന്താ ഇരുട്ട് നോക്കി ഒരു പറയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെ? സ്വർഗാവകാശികൾ നിങ്ങളെന്താ നരകത്ത് പോകാൻ കാരണം? ഞങ്ങളെന്താണ്? ഞങ്ങളൊരു വിചാരണയെ, സ്വർഗാവകാശികൾ പറയാണ് ഞങ്ങൾ വിചാരണയെ പ്രതീക്ഷിച്ചിരുന്നു എന്നാണ്. ഈ വിചാരണയെ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. നരകക്കാര് പറയാണ് ഞങ്ങൾ നിസ്കരിക്കുന്നവരോ കൂട്ടത്തിലായില്ല എന്നാണ്. നിസ്കരിച്ചില്ലാന്നല്ല, നിസ്കരിച്ച കൂട്ടത്തിൽ ഞങ്ങൾ പെട്ടില്ല എന്നാണ് അല്ലേ? അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ എന്തിനാ പറഞ്ഞു തരുന്നത്? ഇതെന്തിനാണ്? ഇതൊന്നും നടന്നിട്ടില്ല. നടക്കാനിരിക്കുന്ന സംഭാഷണങ്ങൾ ഇത്രയും കൃത്യമായിട്ട് റിയലായിട്ട് അല്ലേ, ഒരു എന്താണ് ജീവിതത്തിൽ സംഭവിക്കുന്ന നേർക്കാഴ്ച പോലെയാണ് പടച്ചോൻ പറഞ്ഞു തരുന്നത്. എന്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചോദിക്കണം, നിങ്ങൾ എന്താ ഇവിടെ, ഞങ്ങളെന്താ എത്താഞ്ഞെന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ നിസ്കരിച്ചില്ല, നിങ്ങൾ വിചാരണ പ്രതീക്ഷിച്ചില്ല. അപ്പൊ സഹോദരങ്ങളെ, ഒരു വിചാരണയെ പ്രതീക്ഷിച്ച് സൽക്കർമ്മം ചെയ്തവർക്കേ സ്വർഗം കിട്ടുള്ളൂ. നിസ്കാരം ഉപേക്ഷിച്ചവർക്ക് സ്വർഗം കിട്ടൂല, അവർ നരകത്തിലെത്തും. അതൊക്കെയാണ് ഇത് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് അത് ഇത്രയും വ്യക്തമായിട്ട് സ്വർഗത്തെ പറ്റിയും നരകത്തെ പറ്റിയും, ആരാണ് സ്വർഗത്തിൽ പോവുക ആരാണ് നരകത്തിൽ പോവുക എന്നുള്ളതും, സ്വർഗക്കാരുടെ അവസ്ഥകൾ എന്ത്, സ്വർഗക്കാരുടെ ലക്ഷണങ്ങളും നരകക്കാരുടെ ലക്ഷണങ്ങളും, നിഷേധികൾ ആരാണെന്നുള്ളതും, മുനാഫിക്കാരുടെ കപട വിശ്വാസികൾ ആരാണെന്നുള്ളതും, അവരെവിടെയാണ് നരകത്തിൽ, അവരുടെ സ്ഥാനം എന്താണെന്നൊക്കെ ഇത്രയും കൃത്യമായിട്ട് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരണം. എന്താണ്? നമ്മൾ അതിൽ പെട്ടുപോകാതെക്കാനാണ്. ആ സൂക്ഷ്മത ജീവിതത്തിൽ വെച്ച് പുലർത്തി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് ദുനിയാവാണ്, ഇതിവിടെ പരീക്ഷണത്തിന്റെ ലോകമാണ്. അതുകൊണ്ട് ഇവിടെ പരീക്ഷിക്കപ്പെടാതെ ഒരു വിശ്വാസിക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. ഇത് സ്ട്രഗിള്, ഇവിടെ പ്രയാസം ഉണ്ടാകും. ഇവിടുത്തെ പ്രയാസം ഒരു ശിക്ഷയായിട്ട് നമ്മൾ കാണേണ്ടതില്ല അല്ലെ? ഒരു ശിക്ഷയല്ല, അത് അള്ളാഹുവിന്റെ സ്നേഹമാണ്. അള്ളാഹു സ്നേഹിക്കുന്നവരെയാണ് എന്ത് ചെയ്യുള്ളൂ? പരീക്ഷിക്കുള്ളൂ. ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ
ചെയ്ത പരീക്ഷണങ്ങൾക്ക് വിധേയരായവരാരാണ്? അമ്പിയാക്കന്മാരാണ്. അതുകൊണ്ട് പരീക്ഷണങ്ങൾ വരിക എന്നുള്ളത് എന്തായി കാണരുത്, അള്ളാഹുവിന്റെ ഒരു പണിഷ്മെന്റ് ആയിട്ട്, ശിക്ഷയായിട്ട് അത് നമ്മളങ്ങനെ ഇടങ്ങേറാക്കുകയാണ് എന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. ഞങ്ങൾ വിശ്വസിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം നിങ്ങൾ പരീക്ഷിക്കപ്പെടാതെ പോകുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോന്നാണ്. അപ്പൊ നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്ന്റെ ആൾക്കാരാണെന്ന് പറഞ്ഞു എന്നതുകൊണ്ട് നമ്മൾ പരീക്ഷിക്കപ്പെടാതിരിക്കില്ല. നമ്മളാണ് ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെടുക. ഇപ്പൊ ഈ ഫലസ്തീനിലും പിഞ്ചു കുട്ടികൾ ഇങ്ങനെ ബോംബൊക്കെ ഇങ്ങനെ വീണ് മരിച്ചിങ്ങനെ മയ്യത്തിപ്പുള്ളത്. ആ 156 കുട്ടികൾ അമേരിക്ക ഇറാനില് ബോംബിട്ട്, ഒരു സ്കൂളിൽ ബോംബിട്ട് 156 ചെറിയ കബറ് ഒരുക്കിയിട്ട് അതിന്റെ ചിത്രം നമ്മൾ കണ്ടു. JCB കൊണ്ട് ഇങ്ങനെ കബറുണ്ടാക്കി 156 കുട്ടികളെ ആ കബർ റെഡിയാക്കിയ ഒരു ചിത്രം എല്ലാവരും ഇതിൽ കണ്ടു. സത്യങ്ങൾ ആലോചിച്ച് നോക്കി. ആൾക്കാർ മതനിരീശ്വരവാദികൾ, അള്ളാഹുവിനെ കളിയാക്കുന്ന ആളുകൾ, ഇസ്ലാമിനെ കളിയാക്കുന്ന ആളുകൾ, ദൈവം എന്ത് ക്രൂരനാണ്, ഈ കുട്ടികളെ കൊല ചെയ്തത് ദൈവമല്ലേ, ഈ വിധി അവർക്ക് വരുത്തി വെച്ചത് ദൈവമല്ലേ, ദൈവത്തിന്റെ വിധിയല്ലേ, ദൈവത്തിന്റെ തീരുമാനമല്ലേ എന്ന് പറഞ്ഞ് കളിയാക്കിയപ്പം അതിന് മറുപടി കൊടുത്തു ഒരു പെൺകുട്ടിന്റെ പോസ്റ്റ്. ഭയങ്കര അത്ഭുതം തോന്നി. ആ പെൺകുട്ടി ചോദിച്ചെന്തരാ, അതിലെന്താണ് ഇത്ര അത്ഭുതം എന്നാണ്. കാരണം ആരാണ് ആ കുട്ടികളെ മരിപ്പിച്ചത്? ആ കുട്ടികൾക്ക് ജീവൻ നൽകിയ, ആ കുട്ടികൾക്ക് സംരക്ഷണം നൽകിയ, ആ കുട്ടികൾക്ക് റൂഹ് നൽകിയ അതേ സൃഷ്ടാവ് തന്നെയാണ് ആ കുട്ടികളെ മരിപ്പിച്ചത്. ആ സൃഷ്ടാവ് തന്നെയാണ് അവരെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കുക. ആ സൃഷ്ടാവ് തന്നെയാണ് അവർക്ക് സ്വർഗം നൽകുക. അതുകൊണ്ട് അതിലൊരു അനീതി ഇല്ല എന്നാണ്. ഞാൻ ഉണ്ടാക്കിയ ഒരാളെ വേറെ ആള് കൊല്ലുകയാണെങ്കിൽ അതിൽ അനീതി ഉണ്ട്. ഞാനാണ് ഉണ്ടാക്കിയത്, ഞാനാണ് അവയെ നിലനിർത്തുന്നത്, ഞാൻ തന്നെയാണ് അവരെ മരിപ്പിച്ചത്, ഞാൻ തന്നെ അവരെ ജീവിപ്പിക്കുകയും അവർക്ക് സ്വർഗം നൽകുകയും ചെയ്യും. പിന്നെ അതിലെന്താ നീതിയുള്ളത്? അതെന്റെ തീരുമാനമാണ്, അല്ലെ? എന്റെ തീരുമാനമാണ്. അപ്പോ അള്ളാഹു അങ്ങനെ ഒരു പരലോകം ഒരുക്കിയിട്ടില്ലെങ്കിൽ, അള്ളാഹു അങ്ങനെ ഒരു പ്രതിഫലത്തിന്റെ വേദി ഒരുക്കാതെയാണ് ആ കുട്ടികളെ കൊന്നതെങ്കിൽ അത് അനീതിയാണ്. പക്ഷെ ഇവിടെ അങ്ങനല്ല. അള്ളാഹു എന്ത് ചെയ്യും? അള്ളാഹുവാണ് അവർക്ക് ജീവൻ നൽകിയത്, മരണം നൽകിയത്, പുനർജീവൻ നൽകുന്നത്, അവർക്ക് പ്രതിഫലം നൽകുന്നത് അള്ളാഹുവാണ്. അതുകൊണ്ട് അത് അള്ളാഹു ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ യാതൊരു അനീതി ഇല്ലാന്ന് ഒരു പെൺകുട്ടി തന്റെ നിരീശ്വരവാദിയായ ഫ്രണ്ടിന് മറുപടി കൊടുത്തപ്പോൾ സത്യത്തിൽ ഞാൻ ഇതുവരെ കേൾക്കാത്തൊരു മറുപടിയാണ്. ഭയങ്കര അത്ഭുതം തോന്നി. സഹോദരങ്ങൾ, ഇതാണ് ഇത്. അപ്പൊ നമ്മൾ ചിന്തിച്ച വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. ഇത് അള്ളാഹുവിന്റെ ലോകമാണ്. അള്ളാഹുവാണ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്, ഈ ജീവചരാചരങ്ങളെ മുഴുവൻ സൃഷ്ടിച്ചതും അവരെ മരിപ്പിക്കുന്നതും എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നതും അള്ളാഹുവാണ്. ആ അല്ലാഹു വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖസിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരി സ്വാബിരീൻ. ഇതാണ് ജീവിതത്തിന്റെ അടിസ്ഥാന തത്വം. നമ്മൾ ഡീഫാൾട്ട് സെറ്റിംഗ്സ് അല്ലേ, ഈ ഫോണിലൊക്കെ ഡീഫാൾട്ട് ഉണ്ടാവും, എല്ലാത്തിനും ഒരു ഡീഫാൾട്ട് സെറ്റിംഗ്സ് ഉണ്ടാവും. അപ്പൊ ഈ ദുനിയാവിന്റെ ഡീഫാൾട്ട് സെറ്റിംഗ്സ് പറഞ്ഞാൽ എടങ്ങേറാണ്, പരീക്ഷണമാണ്. സുഖം കുറച്ചേരെ ഉണ്ടാവുള്ളൂ, അധികം നേരം നീണ്ടുക്കൂല. അല്ലെങ്കിൽ നീണ്ടുന്നാലും അതുകൊണ്ട് എടങ്ങേറാവും. നമ്മള് സുഖം കുറെ നീണ്ടുന്നാലും അത് സുഖമായിട്ട് തോന്നൂല. എപ്പോഴും എടങ്ങേറുണ്ടാവുമ്പോഴാണ് സുഖം മനസ്സിലാക്കുന്നത്. നല്ല ചൂടെടുത്ത് വേർത്ത് നിൽക്കുമ്പോഴാണ് കാറ്റ് കൊണ്ടാ സുഖം ഉണ്ടാവുക. അല്ലെങ്കിൽ കാറ്റ് ചൂടുകാറ്റാണ് പറയാ. എന്താ കാറ്റിനൊക്കെ ഒരു ചൂട് എന്ന് വെച്ചു? കാരണം അവനോ വേർക്കണമൊന്നുമില്ല, മറ്റേ വേർത്ത് എടങ്ങേറായിക്കുമ്പോൾ ചൂടുകാറ്റ് കൊണ്ടാലും സുഖയിക്കാരം. എടങ്ങേറുണ്ടാവുമ്പോഴാ സുഖത്തിന്റെ രാവുണ്ടാവുമ്പോഴാണ് വെളിച്ചത്തിന്റെ വില അറിയുന്നത്. അപ്പൊ അതേപോലെയാണ് സഹോദരങ്ങളെ, ഇതൊക്കെ നമുക്ക് തോന്നുന്നതാണ് അല്ലെ എല്ലാം. അപ്പോ അതായത് എന്നോട് എൻ്റെ ഒരു കൂട്ടുകാരൻ ചോദിച്ചു ഒരു ദിവസം, ഓന് പിന്നെ വിളിച്ചിട്ട് പറയണേ, എനിക്കെന്തോ ഭയങ്കര മടുപ്പ്. നമ്മളിപ്പോ ഇങ്ങനെ നമ്മളെ കുട്ടികൾക്കൊക്കെ കിട്ടുന്ന പോലെ വിചാരിച്ചത് കിട്ടുന്നുണ്ട്. ഓർക്ക് അത് വേണമെന്ന് പറയുമ്പോൾ ഇത് വാങ്ങിക്കൊടുക്കും, ഇത് വാങ്ങിക്കൊടുക്കും. പക്ഷേ നമ്മളൊക്കെ ഓലോട് 10 പൈസന്റെ മുട്ടായിയാണ് നമുക്ക് കിട്ടിയത്, 10 പൈസന്റെ 5 പൈസന്റെ മുട്ടായി. അതന്നെ കിട്ടണമെങ്കിൽ ഇടങ്ങേറ് നമുക്കറിയാം. ഇപ്പൊ പാക്കറ്റാണ് പെരിയിലൊക്കെ കൊണ്ടുവരുന്നത്. പാക്കറ്റ് ഒന്നൊന്നുമല്ല, പാക്കറ്റ്. പിന്നെ വലിയ വലിയ ഓരോ ചോക്ലേറ്റ് ഒക്കെ എന്താണ് വലിയ വലിയ, പണ്ടൊക്കെ ചെറിയ 2 രൂപ, ഇപ്പൊ വലിയ സ്നിക്കേഴ്സ് ഒക്കെ പോകുമ്പോ കാട്ടിയുള്ള സ്നിക്കേഴ്സ് ആണ്. അതന്നെ 1-2 തിന്നത് അല്ലേ. അപ്പോ ഇവൻ പറയാണ് നമ്മളെ കുട്ടികൾക്കൊക്കെ ഒക്കെ മാണ്ടിയെ കിട്ടുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഓനൊരു ഐഡിയ എന്താ, നമ്മള് ഒരു നോർത്ത് ഇന്ത്യക്കൊക്കെ ഇവിടെ നിന്നാണ് പോവുക,
എന്നിട്ട് ദാരിദ്ര്യം പിടിച്ചൊരു സ്ഥലത്തേക്ക് പോവാ. നമ്മൾ നല്ല കാറൊക്കെ എടുത്തിട്ടാണ് പോവാ 2 ദിവസത്തിന്. എന്നിട്ട് പാവപ്പെട്ട കുട്ടികളെ കാണുമ്പോൾ വണ്ടി നിർത്തിയിട്ട് എന്താണ് എനിക്ക് മാണ്ടിയെ ചോദിക്കുക. എന്നിട്ട് ഓന് മാണ്ടിയതൊക്കെ വാങ്ങിക്കൊടുക്കുക. എന്നിട്ട് ഓൻ്റെ ഒപ്പം നിന്ന് സെൽഫി എടുക്കുക. എന്നിട്ട് ഫേസ്ബുക്കിൽ ഓരോ ആ കുട്ടികൾ അത് ഇപ്പൊ കൊടുത്തു പോലെ ഇങ്ങനെ കളിക്കുമ്പോൾ ഇപ്പോൾ ഒരു പന്ത് വേണമെന്ന് പറഞ്ഞാൽ പന്ത് വാങ്ങിക്കൊടുത്തു അങ്ങനെ തട്ടുന്നത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവും. അത്രേ ഇക്കതൊന്ന് അനുഭവിക്കണം. ഇനിയിപ്പോൾ അതാണ് എൻ്റെ ലക്ഷ്യം. പന്തരങ്ങള് ഇതൊക്കെ സത്യത്തിൽ ഞാൻ അവനോട് പറഞ്ഞാൽ തരാം. ഞമ്മക്ക് തോന്നും നമ്മളെ കുട്ടികൾക്കൊക്കെ സുഖം. ഇതൊക്കെ എന്താ പറയുക, ഇതൊക്കെ ആപേക്ഷികമാണ്. ഒന്നുമില്ലാത്തവന് ഒരു ചെറിയ പന്ത് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന സുഖം തന്നെയാണ്. ശരിക്കും പറഞ്ഞാല് ഈ വലിയ ഉള്ള വരീത്ത കുട്ടിയൊക്കെ എന്താ പറയുക, നല്ല എന്തെങ്കിലും വാങ്ങിക്കൊടുത്തു നോക്കി അത് 10 മിനിറ്റ് കഴിഞ്ഞാൽ അത് കേടന്നാ പിന്നെ ഫുള്ള് കച്ചറയ്ക്കാരൻ. നമുക്കൊരു മാങ്ങണ്ടില്ലേനു തോന്നും. ചിലപ്പോൾ നമ്മൾ മാങ്ങി അടങ്ങാറാവും. ചില പെണ്ണുങ്ങൾ നിങ്ങൾ എന്തിനാ അതിന് കൊണ്ടുവന്ന് ഈ കച്ചറ ഉണ്ടാക്കാൻ ചോദിച്ചു. നമ്മൾ നല്ല സന്തോഷം വിചാരിച്ച് വാങ്ങിയത് ഇക്കാരം അത് കുറച്ച് കഴിഞ്ഞപ്പോൾ പൊട്ടി. പിന്നെ പെരുന്നോളോളി കച്ചറ നമുക്ക് തീർത്തിട്ട് തീരൂല. പിന്നെ പെണ്ണുങ്ങളൊന്നും തീർക്കേണ്ടി വരും. ആ പെണ്ണുങ്ങൾക്ക് എന്താ എന്തിനാ ഞങ്ങളിത് വാങ്ങിക്കൊടുന്ന് ഹലാക്കുണ്ടാക്കണം. അപ്പോൾ ഇതൊക്കെ നമ്മൾ തോന്നലാണ്. നമ്മളിത് സന്തോഷം കിട്ടും, അത് വാങ്ങിക്കൊടുത്ത് ഓന് സന്തോഷം ഉണ്ടാവും. അപ്പോൾ ഓനൊരു ഗ്ലാസ് വെള്ളം കുടിച്ചുകൊണ്ടാണ് സന്തോഷം. പിന്നെ ഇവിടെ ഒരു ബിരിയാണി ഉണ്ടാവുമ്പോണ്ടാണ്. ഇതൊക്കെ ആപേക്ഷികമാണ്. അപ്പൊ അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും നീതിമാനാണ്. ഇവിടെ എങ്ങനെ ഉണ്ടെങ്കിലും, അതായത് ഇപ്പോ നല്ല AC ഇട്ടുകാണ്ട് നിങ്ങൾ നല്ലൊരു കമ്പിളിയൊക്കെ ഇട്ടുകാണ്ട് നല്ല പൊതച്ച് കിടക്കണം വിചാരിച്ചു നോക്കി, ഉറക്കം വരൂല. നിങ്ങളെ മനസ്സിക്ക് ചെറിയ ടെൻഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എത്ര AC 15-ൽ 16-ലിട്ട് 2 കമ്പിളി ഇട്ടി പൊതച്ചാലും നിങ്ങൾക്ക് ഉറക്കം വരില്ല. നേരെ മറിച്ച് നല്ല ഒരു ഇതുമില്ലാത്ത AC ഇല്ല, ഫാനും ഇല്ലാതെ വേർത്ത് ഓനെ കടന്ന ബെഡിൽ തുണിയൊക്കെ നനഞ്ഞു കുളിച്ചിട്ടുണ്ടാവും, കൂർക്കം വലിച്ചുറങ്ങുണ്ടാവും. ഇതൊക്കെ ഈ ദുന്യാവിൽ അപ്പുറം നടക്കണ കാര്യമാണ്. ഇത് അപ്പുറത്ത് റോട്ടിലാണ് ഇത് ഒരുത്ത് പേരൻ്റെ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞടന്ന് ഓനെ ഉറക്കം കിട്ടണ്ടാവില്ല. എല്ലാം ഉണ്ടാവും. ബാങ്കിൽ ലക്ഷക്കണക്കിന് ഉറുപ്പ്യ ഉണ്ടാവും, എല്ലാ സൗകര്യം ഉണ്ടാവും, പുറത്ത് നല്ല ബെൻസും വണ്ടിയൊക്കെ ഉണ്ടാവും. പക്ഷെ ഉറക്കം കിട്ടില്ല. മാറ്റോ അങ്ങനെ കൂർക്കം വലിച്ച് കേലൊലിച്ച് വേർത്ത് കിടക്കണ്ടാവും. ഓനൊരു പ്രശ്നമില്ല. അപ്പൊ ഇതൊക്കെ എന്താ പറയുക, ഇതൊക്കെ ആപേക്ഷികമാണ് ഈ ദുനിയാവിലെ സുഖം എന്നുള്ളതൊക്കെ. അപ്പൊ ഇതൊക്കെ എന്താ വെച്ചാൽ ഇവിടുത്തെ അടിസ്ഥാനപരമായി ഇത് പരീക്ഷണത്തിന്റെ സമയം. ദുനിയാവ് തന്നെ ഇവിടെ പരീക്ഷണം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ എന്താ ഇപ്പൊ അങ്ങനെ വന്നത്, ഞാൻ ഇപ്പൊ എന്താ ചെയ്യുന്നത്, ഞാൻ ഇപ്പൊ എന്ത് ചെയ്തുകൊണ്ട് അങ്ങനെ എല്ലാം ഇപ്പൊ നമ്മൾ ചെയ്തിട്ടൊന്നും ആവില്ല വരുന്നത്. ചിലതൊക്കെ വെറുതെ വരുന്നതാണ്. അത് എന്താ വെച്ചാല് അതിലെന്ത് നിലപാടാണ് ഒരു വിശ്വാസി സ്വീകരിക്കുന്നത് എന്ന് നമ്മൾ വിശ്വസിച്ചു എന്ന് പറയല്ലേ. ലാ ഇലാഹ ഇല്ലല്ലാഹ്ന്റെ ആൾക്കാർ 5 നേരം നിസ്കരിക്കുന്നുണ്ടെന്ന് പറഞ്ഞാല് വെറും ഒരു റുക്കൂഉം സുജൂദും അല്ല നിസ്കാരം തന്നെ. ആ നിസ്കാരം കൊണ്ട് ഒരാൾക്ക് കിട്ടേണ്ട കുറെ ക്വാളിറ്റീസ് ഉണ്ട്. അള്ളാഹു ഏകനാണ് എന്ന് പറയുമ്പോൾ അല്ലേ, ഞാൻ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ, ഞാൻ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ എന്നൊരാൾ പറയുന്നുണ്ടെങ്കിൽ, വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് ഉണ്ടാകേണ്ട കുറച്ച് ക്വാളിറ്റീസ് ഉണ്ട്. അതൊക്കെ ഉണ്ടോന്ന് ഇങ്ങനെ ഒന്ന് മുട്ടി വെക്കും പടച്ചോ. അത് ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ഒന്ന് മേടി വെക്കും ഉണ്ടോന്ന്. ആ പറഞ്ഞൊക്കെ ഹെക്ക് തന്നെയാണോ എന്ന് നോക്കാന് പടച്ചോൻ ചെറുതായിട്ടൊന്ന് മുട്ടി വെക്കും. ആ മുട്ടുമ്പോൾ നമ്മൾ പൊട്ടാൻ പാടില്ല. അപ്പോ അതാണ് ജീവിതം എന്നുള്ളത്. അത് പലതരം കെട്ടിച്ച മക്കൾ ചിലപ്പം ഡൈവോഴ്സായിട്ട് പെരയ്ക്ക് തിരിച്ചു വരും. പിന്നെ പിരാന്തുണ്ടാവും, കുട്ടികൾക്ക് മാനസികം ഉണ്ടാവും. പല പരീക്ഷണങ്ങൾക്കും ദുനിയാവിൽ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ വിധേയരാകേണ്ടി. കാരണം ദുനിയാവ് എന്നത് പരീക്ഷണം. അവിടുന്ന് പരീക്ഷണം അല്ലാതെ ആലോചിക്കുമ്പോൾ ഒരു യുദ്ധം, ഇതൊന്നും ആരും കണക്കൂട്ടിയതല്ല. ഒരു പിരാന്തുള്ള ഒരു ഭരണാധികാരി അമേരിക്കയിൽ വരിക, എന്നിട്ട് അവിടെയും പടി പൊട്ടിച്ച്, എന്നിട്ട് അവിടെ കൊണ്ട് ഇപ്പൊ ഒരു കാക്കാരന് കച്ചവടമൊക്കെ പറ്റ മോശമാണ്. മൂപ്പർക്ക് കാര്യം സംഭവം ഒന്നും അറിയില്ല. കച്ചവടമൊക്കെ ഇപ്പൊ ഭയങ്കര മോശം, ഏതോ ഒരു ഇടുക്കില് വണ്ടി ഓടില്ല എന്നറിയില്ല. ഓർമോസ് കടലിടുക്കല് കപ്പലോടാത്താണ് ഇവിടുത്തെ കച്ചവടം ഇല്ലാത്തത്. ഇവർക്ക് ഏതോ ഒരു ഇടുക്കില് വണ്ടി ഓടില്ല എന്ന് പറയുന്നുണ്ട്. ഇവിടെ പറ്റ മോശമാണ് ഇപ്പോ. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു കപ്പല്, ഞാൻ അത്രയായി പടച്ചോൻ ഖുർആനിൽ ഇങ്ങനെ ഇടക്കിടക്ക് പറഞ്ഞു, കപ്പലുകൾ സമുദ്രത്തിലൂടെ സഞ്ചരിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ എന്നൊക്കെ പറഞ്ഞപ്പം എനിക്ക് ചെറുപ്പത്തിലൊന്നും ഈ ആയത്ത് കേട്ടിട്ട് എത്തപ്പോ ഇത്ര അത്ഭുതം, ഒരു കപ്പലോടണില്ലേ, വിമാനം പറക്കറ, അതൊരു രസമുണ്ട് പറയുമ്പോ തന്നെ. നിങ്ങളെ ആകാശത്തിലൂടെ ചീറിപ്പായുന്ന വിമാനങ്ങൾ നിങ്ങൾ കാണുന്നില്ല എന്നൊരു ആയത്ത് ഖുർആനിലില്ലല്ലോ. ഉണ്ടോ? അതിലൊരു അത്ഭുതമല്ലേ ഇത്, കപ്പല് വെള്ളത്തിൽ പോണ അത്ഭുതം. ഇപ്പൊ മനസ്സിലായില്ല കപ്പലിന്റെ അത്ഭുതം എന്താണെന്ന്. ഗ്യാസ് വരുന്നില്ല, ഒന്നും വരുന്നില്ല. കാരണം ആകാശത്തുകൂടെ കൂടി കൊണ്ടുവരാൻ പറ്റൂല. ഇത്രയും ടൺ കണക്കിന് ഈ ഹൈലൈറ്റ് മാള് പോലത്തെ 2-3 മാള് വലിപ്പല്ല ജാതി കപ്പലാണ് ഈ വരുന്നത് വള്ളത്തിൽ കൂടെ. ഒരു ചെറിയ ചെലവുള്ളൂ കപ്പല് വരാന്. അതാണ് കപ്പലിന്റെ ദൃഷ്ടാന്തം എന്ന് പറഞ്ഞാല്.
മനുഷ്യനും അവന്റെ ചരക്കുകളൊക്കെ വഹിച്ചത് ഇങ്ങനെ വരികയാണ്. പണ്ട് ബ്രിട്ടീഷ് ഭരണാധികാരി വിൻസ്റ്റന്റ് ചർച്ചിലെ ബ്രിട്ടീഷ് പാർലമെന്റിൽ മീറ്റിംഗ് കൂടിയിട്ട് ഈ ബ്രിട്ടീഷുകാര് ലോകം ഭരിക്കാനുള്ള കാരണം എന്താ നിങ്ങള്? കടൽ ഓലെടുത്തേന്നു. ഏറ്റവും നല്ല നാവിക പട ബ്രിട്ടീഷുകാരെടുത്തേന്നു. കടലിലൂടെ ഏത് നാട്ടുക്കും കേറിച്ചല്ല, കപ്പൽ വഴിയാണ് കേറിച്ചല്ല. അപ്പൊ അതുകൊണ്ട് ഈ കടലിനും കപ്പലിനൊക്കെ അങ്ങനെ കുറെ പ്രത്യേകത ഇപ്പൊ നമുക്ക് മനസ്സിലായില്ലേ. അവിടെ ഒരു കടലെടുക്ക് കുറച്ച് ആൾക്കാർ ഞാൻ വെടിവെക്കുന്നു വെടിവെച്ചിട്ടൊന്നുമില്ല, വെടിവെക്കുന്നു പറഞ്ഞിട്ടുള്ളൂ, കപ്പൽ പോണില്ല, ഗ്യാസ് വരുന്നില്ല, ഒരു സാധനം വരുന്നില്ല, കുറെ കപ്പൽ ഒന്നും നടക്കണില്ല അല്ലെ, സാധനങ്ങളൊക്കെ വില കൂടാൻ പോണ്. അപ്പൊ എന്താ നിങ്ങള്? അപ്പൊ ഇത് അടിസ്ഥാനം, ഇതൊന്നും നമ്മൾ പ്രതീക്ഷിച്ചല്ല, ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാവുന്ന ഒരാളും കണക്കൂട്ടിയതല്ല. വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ് വൽജൂദി വനഖസിൻ മിനൽ അംവാലി വൽഅൻഫുസി വസ്സമറാത്ത്. പേടി കൊണ്ട് പടച്ചോൻ പരീക്ഷിക്കും ഒക്കെ അല്ലേ. ഇതൊക്കെ അള്ളാഹു പരീക്ഷിക്കും നിർബന്ധമായിട്ടും പറഞ്ഞാണ്. വിശപ്പ്, പേടി, പിന്നെ ഉറ്റവര്, കച്ചവടത്തിൽ നഷ്ടമുണ്ട്. അപ്പോ സുഹൃത്ത് പറയണം, അവന്റെ കണ്ടെയ്നർ മുടങ്ങിക്കിടക്കണം, അവന്റെ കണ്ടെയ്നർ ഇവിടുന്ന് പോയ പച്ചക്കറി ആയിട്ട് അവിടെ എത്തിയിട്ടില്ല, ഇവിടുന്ന് പോയും ചെയ്തിട്ടുണ്ട്. പച്ചക്കറിന്റെ കാര്യം എന്താ നിങ്ങൾ ആലോചിച്ച് നോക്കി. എത്ര ദിവസം കടലിൽ കിടക്കും പച്ചക്കറി? കടലെടുക്ക് ക്രോസ് ചെയ്യാതെ അങ്ങനെ നിൽക്കുകയാണ് കടലിൽ കപ്പല്. 2 ലോഡ് പച്ചക്കറി കപ്പലിൽ ഇവിടുന്ന് അങ്ങോട്ട് പോവാന്ന ഓന്റെ ഒരു കൊല്ലത്തെ ലാഭം കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു, കൂട്ടിപ്പോണ്ടി വരും. അപ്പൊ ആ പേടിയിലിങ്ങ നിൽക്കുകയാണ്. ഇതിപ്പോ തുറക്കൂലോ, അവന്റെ പച്ചക്കറി കേടുവരൂലേ, അങ്ങനെ ബേജാറായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങൾ, ഇതന്നെയാണ് പരീക്ഷ എന്ന് പറഞ്ഞാല്. ഇതങ്ങനെ എല്ലാം ഖിയാമത്ത് നാൾ വരെ എങ്ങനെ സ്മൂത്ത് ആയിട്ട് പോകും നിങ്ങൾ ആരും വിചാരിക്കണ്ട. ഇതുണ്ടാവും, ഇത് പരീക്ഷണമാണ്, ഇത് പരീക്ഷണത്തിന്റെ ലോകമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരീക്ഷണം എന്നത് അവന്റെ പാപങ്ങൾ പരിഹരിക്കാനുള്ള അവസരമാണ്. തെറ്റുകൾക്ക് അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങാനുള്ള അവസരമാണ്. അള്ളാഹു ശുദ്ധീകരിക്കും, പാപങ്ങൾ പുറത്തു തരും. അതേപോലെ തന്നെ എന്ത് ചെയ്യും? നമ്മുടെ പദവികൾ ഉയർത്തും. നമ്മൾ അങ്ങേയറ്റം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. എന്നെ മാത്രം ആരാധിക്കാനാണ് അള്ളാഹു മനുഷ്യനെയും ജിന്നിനെയും സൃഷ്ടിച്ചത്. അപ്പം ഇബാദത്ത് ചെയ്യാനാണ് അള്ളാഹു സൃഷ്ടിച്ചത്. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അദ്ദുആഹു ഹുവൽ ഇബാദ. പ്രാർത്ഥന അതു തന്നെയാണ് ആരാധന. പ്രാർത്ഥന അതു തന്നെയാണ് ആരാധന എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്. പ്രാർത്ഥനയാണ് ആരാധന എന്ന് പറഞ്ഞാൽ. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു പ്രാർത്ഥന എപ്പോഴാണ് ഉണ്ടാകുക? ഇപ്പൊ ഞാൻ ഇവിടുന്ന് എയർപോർട്ടിലേക്ക് പോവുകയാണ്. ഇവിടുന്ന് എയർപോർട്ടിലേക്ക് പോകുമ്പോൾ എന്റെ മനസ്സിലൊരു സമയമുണ്ട്. ഇവിടുന്ന് സാധാരണഗതിയിൽ 1 മണിക്കൂർ കൊണ്ട് വളരെ മെല്ലെ 40-60 പോയാൽ തന്നെ 1 മണിക്കൂർ കൊണ്ട് എയർപോർട്ടിലെത്താം. എന്നാലും ഞാൻ 2 മണിക്കൂർ കണ്ടിട്ടാണ് ഇവിടുന്ന് പോണത്. എവിടെങ്കിലൊക്കെ ഒരു ബ്ലോക്ക്, നിലമ്പൂർ ചന്തക്കുന്നൊരു ബ്ലോക്ക്, അത് കഴിഞ്ഞാൽ എടവണ്ണ ചിലപ്പോൾ ഒരു ബ്ലോക്ക്. നിങ്ങൾക്കറിയാം എവിടെയൊക്കെ ബ്ലോക്ക് ഉണ്ടാണൊക്കെ. അവിടെ നല്ലൊരു ബ്ലോക്കിൽ നമ്മൾ കുടുങ്ങിയാലും നമ്മൾ എയർപോർട്ട് മിസ്സാകാതെ ഒരു കണക്ക് കൂട്ടിയിട്ട് ഇവിടുന്ന് ഇറങ്ങി എല്ലാവരോടും സലാം പറഞ്ഞ് ഇങ്ങനെ വണ്ടി കയറി പോവാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി. അങ്ങനെ പോയ നമ്മള് നല്ല 2 സ്ഥലത്താണ് കുടുങ്ങി. നമ്മൾ വിചാരിച്ച ഇഞ്ഞൊരു സമയത്ത് എത്തും നമുക്ക് തോന്നില്ല. അങ്ങനെ കുടുങ്ങി കിടക്കണേ നമ്മൾ വിചാരിച്ചതൊക്കെ തെറ്റി. 1 മണിക്കൂർ നമ്മൾ എക്സ്ട്രാ കണ്ടിരുന്ന 2 മണിക്കൂറായി. ഇനി ഇവിടുന്ന് എത്തിയിട്ടില്ലെങ്കിൽ ഫ്ലൈറ്റ് പോകുന്നൊരവസ്ഥ വരുമ്പോൾ അപ്പൊ നമ്മളെ സ്വഭാവം മാറും. അതുവരെ നമുക്ക് പടച്ചോനൊന്നും ഓർമ്മ ഉണ്ടാവില്ല. പിന്നെ പടച്ചോനെ ജിന്ന് എത്തിച്ചേരുന്നതാണ്. പടച്ചോനെ എങ്ങെങ്കിലും ജിന്നോട് എത്തിച്ചോണ്ടാന്ന് പറയും. സഹോദരങ്ങൾ, അതാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞാല്. അതാണ് പ്രാർത്ഥന. എപ്പോഴാണ് പ്രാർത്ഥന വരിക? നമ്മളെ കൊണ്ട് കൂട്ടിയാ കൂടൂല എന്ന് തോന്നുമ്പോഴാണ് ഒരാളെ മനസ്സിന്ന് പ്രാർത്ഥന ഉയരുക. ഒരാളെ മനസ്സിന്ന് എപ്പോഴാ പ്രാർത്ഥന ഉയരുക? നമ്മൾ ആദ്യം എന്താ വിചാരിച്ച? ഇതപ്പോ സമയം 2 മണിക്കൂർ സമയമുണ്ട്, 1 മണിക്കൂർ റണ്ണിങ് ടൈം ഉള്ളൂ, 2 മണിക്കൂറുണ്ട്, പിന്നെ അവിടെ ചെന്നിട്ട് 3 മണിക്കൂറുണ്ട്. ഒരു കുഴപ്പമില്ല. പക്ഷേ 2 മണിക്കൂറായപ്പോ നമ്മളെ സ്വഭാവം മാറി, നമുക്ക് കിട്ടൂലെന്ന് തോന്നി. അപ്പൊ നമ്മൾ പടച്ചോനെ ഇന്നെ കൊണ്ട് കൂട്ടിയാ കുറിച്ച് എങ്ങനെയെങ്കിലും എത്തിച്ചോണ്ടാ എന്ന് നമ്മളെ ഉള്ളുന്നൊരു തേട്ടം വരും. അതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പൊ അതെപ്പോഴാ വരിക? നമ്മളെ കൊണ്ട് ഇനി കൂട്ടിയാ കൂടൂല എന്ന് തോന്നുമ്പോഴാണ് വരിക. എന്തുകൊണ്ടാണത്? അള്ളാഹുവാണ് ഇനി അതിന് കഴിവുള്ളവൻ എന്ന് നമ്മൾ തിരിച്ചറിയണം. അതന്നെ പ്രാർത്ഥന. എപ്പോഴാണ് പ്രാർത്ഥന ഒരാളുടെ മനസ്സിൽ നിന്ന് ഉയരുക? ആരിലേക്കാണ് ഉയരുക? അള്ളാഹുവിലേക്കാണ്. അള്ളാഹു റബ്ബാണ്. എന്റെ റബ്ബിലേക്കാണ് റബ്ബിനോടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ആ റബ്ബ് എന്താണ്? ആ റബ്ബ് എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അല്ലെ? ഈ ബ്ലോക്ക് ഒഴിവാക്കി എന്നെ സമയത്തിനെത്തിക്കാൻ ഇനി ആർക്ക് മാത്രമേ കഴിയുള്ളൂ? അള്ളാഹ്ക്ക് മാത്രമേ കഴിയുള്ളൂ. എന്റെ റബ്ബ് ഖദീറാണ്.
എന്റെ റബ്ബ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ഖുർആന്റെ ആയത്താണ്. അതായത് അള്ളാഹുവിന്റെ നാമഗുണവിശേഷണങ്ങള് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ മനസ്സിൽ വരികയാണ്. അള്ളാഹു ഖദീറാണ് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പടച്ചവനോട് പറയുന്നത്, എന്റെ പ്രാർത്ഥന എന്റെ റബ്ബ് കേൾക്കും, എന്റെ റബ്ബ് ബസീറാണ്. എന്റെ അവസ്ഥകൾ ഞാൻ ഈ ബ്ലോക്കിൽ കുടുങ്ങിക്കിടക്കണ ആര് കാണുന്നുണ്ട്? അള്ളാഹു കാണുന്നുണ്ട്. അള്ളാഹു എന്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്. അള്ളാഹു സമീആണ്, അള്ളാഹു ബസീറാണ്. അള്ളാഹു എന്റെ പ്രാർത്ഥനക്ക് ഉത്തരം നൽകുന്ന മുജീബാണ്. അള്ളാഹു എന്റെ പ്രയാസങ്ങൾ അറിയുന്ന അലീമാണ്. എന്റെ പ്രതിസന്ധിക്കുള്ള പരിഹാരം അറിയുന്ന അലീമാണ്. ആ പരിഹാരം നടപ്പിലാക്കാൻ കഴിവുള്ള ഖദീറാണ് അള്ളാഹു. അതുകൊണ്ടാണ് ഞാൻ അള്ളാഹിനോട് ചോദിക്കുന്നത്. ഞാൻ അള്ളാഹുവിലേക്ക് ആവശ്യക്കാരനാണ്. എന്നെ കൊണ്ട് പറ്റൂല, ഞാൻ ലഹീഫാണ്, ഞാൻ ദുർബലനാണ്, എന്നെ കൊണ്ട് സാധിക്കൂല, ഞാൻ അടിമയാണ്, ഞാൻ അള്ളാഹുവിലേക്ക് ആവശ്യക്കാരനാണ്. അള്ളാഹു മാത്രമാണ് അതിന് കഴിയുന്നവൻ, അവൻ ഗനിയാണ്. ഇതൊക്കെ ഈ പ്രാർത്ഥനയിൽ വരുന്നുണ്ട്. ഇതൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിലും ഇതൊക്കെ ഉള്ളോണ്ടാണ് നമ്മൾ പടച്ചവനോട് ചോദിക്കുന്നത്. അതുകൊണ്ടാണ് പ്രാർത്ഥന അതു തന്നെയാണ് ആരാധന എന്ന് പറഞ്ഞത്. അതിന് കൂലിണ്ട്. എയർപോർട്ടിൽ എത്തിച്ചേരണേന്ന് പറഞ്ഞാൽ എന്തുണ്ട്? അത് ഇബാദത്തായിട്ട് രേഖപ്പെടുത്തപ്പെടും. അത് അള്ളാഹു അല്ലാത്ത ഒരാളാകുമ്പോഴോ അത് ശിർക്കായി മാറും. അല്ലേ? മൊയ്തീൻ ശൈഖേ എങ്ങനെങ്കിലും എയർപോർട്ടിൽ എത്തിക്കാനുള്ള തൗഫീക്ക് തരണേന്ന് പറഞ്ഞ എന്തായി? പിന്നെ നരകം നിർബന്ധമായി, സ്വർഗം നിഷിദ്ധമായി. കാരണം അള്ളാഹുവിനോടല്ലാതെ നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതാണ് ശിർക്ക് എന്ന് പറയുന്നത്. അവനൊരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കൂല. അപ്പൊ അതുകൊണ്ട് ഇതാണ് തൗഹീദ്. അതുകൊണ്ടാണ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് ആരാധന എന്ന് പറയുന്നത്. അതെന്താണെങ്കിലും, ദുന്യാവിന്റെ വിഷയമാണെങ്കിലും, നാളെ എന്റെ കുട്ടിക്ക് പരീക്ഷയാണ്, ഒന്ന് എളുപ്പാക്കി കൊടുക്കണേ റബ്ബേ എന്ന് നമ്മളെ മനസ്സിൽ നിന്ന് ഒരു തേട്ടുണ്ടായാല്, എന്റെ കുട്ടി പ്രയാസമൊന്നുമില്ലാതെ സ്കൂളിൽ എത്തിക്കണേ, തിരിച്ചു വരണേ എന്ന് മനസ്സിൽ നിന്ന് ആ കുട്ടീനെ സ്കൂൾക്ക് ബസ് കയറ്റുമ്പം അപകടമൊന്നുമില്ലാതെ എന്റെ കുട്ടി പോയി വരണേ എന്ന് മനസ്സിൽ നിങ്ങൾ പറയുമ്പം അത് അള്ളാഹുവിനുള്ള അംഗീകാരമാണ്. കാരണം അള്ളാഹ്ക്ക് മാത്രമേ ഇത് കഴിയുള്ളൂ. ആ അള്ളാഹുവിനോടാണ് നിങ്ങൾ ചോദിക്കുന്നത്. അതുകൊണ്ട് അത് ആരാധനയാണ്. അതിന് നിങ്ങൾക്ക് കൂലി ഉണ്ടാവും. അത് നാളെ സൽക്കർമ്മമായി രേഖപ്പെടുത്തപ്പെടും. ഇനി ഒരിക്കലും സാധിക്കാത്ത, ഒരിക്കലും നടക്കാത്തൊരു കാര്യങ്ങൾ ചോദിച്ചു വിചാരിച്ചോളി. എന്റെ കുട്ടിക്ക് SSLC 10ാം ക്ലാസ്സിൽ 1ാം റാങ്ക് കിട്ടണേന്ന് പറഞ്ഞു. നിങ്ങളെ കുട്ടി അങ്ങനെ 1ാം റാങ്ക് കിട്ടാനുള്ള പഠിത്തൊന്നും ഇല്ലെങ്കിലും 1ാം റാങ്ക് കിട്ടണേ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ, ആ 1ാം റാങ്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് തുല്യമായിട്ട് അള്ളാഹു എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനകൾക്ക് അള്ളാഹു വലിയ പ്രതിഫലം നാളെ പരലോകത്ത് തരുന്നത്. കാരണം എന്താണ്? അത് ആരാധനയാണ്. അത് ആരാധനയാണ്. അതിന് അള്ളാഹു പ്രതിഫലം തരും. അതൊന്നില്ലെങ്കിൽ ചോദിച്ചത് അപ്പൊ തന്നെ തരും, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് തരും, അല്ലെങ്കിൽ അതിനേക്കാൾ നല്ലത് തരും, അല്ലെങ്കിൽ ഒരു പ്രയാസങ്ങൾക്ക് അള്ളാഹു മാറ്റിത്തരും. ഇതൊന്നുമില്ലെങ്കിൽ നാളെ തോന പ്രതിഫലം ആ ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനയ്ക്ക് അള്ളാഹു നിങ്ങൾക്ക് തരും. അപ്പൊ അതുകൊണ്ട് ഒരു നഷ്ടമില്ല. അതന്നെയാണ് ജീവിതം. നിങ്ങൾക്ക് ജീവിതത്തിന്റെ ഓരോ ഘട്ടപ്പം എന്താണ്? ഇവിടുന്ന് പോകാൻ വണ്ടി കയറുമ്പോൾ ഒരു പ്രാർത്ഥന, അല്ലേ? വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ, പള്ളിയിൽ കയറിയപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചു, ഇറങ്ങിയപ്പം പ്രാർത്ഥിച്ചു, വണ്ടി കയറുമ്പോൾ പ്രാർത്ഥിക്കും, ആ വീട്ടിൽ എത്തുമ്പം എല്ലാം നമ്മളെ ജീവിതം ഉറങ്ങാൻ കിടപ്പിന് ഒന്നുണ്ടാക്കും. പിന്നെ നമ്മൾ നല്ലൊരു പ്രാർത്ഥനയിൽ കിടക്കും, ആയത്തുൽ കുർസി ഓതും, ബിസ്മിക്കല്ലാഹുമ്മ അമൂതു വഹയ്യാന്നിട്ട് നമ്മൾ എന്താണ് കിബിലക്ക് വലത്തെ ഭാഗമാക്കിയിട്ട് നമ്മൾ ഖബർ കിടക്കണം വരെ കിടക്കുക. നമ്മൾ മരിച്ചാൽ എന്താണ്? മരിച്ചാൽ അങ്ങനെ മരിച്ചു പോയാൽ നമ്മൾ എന്ത് ചെയ്യും? നല്ല ആയത്തുൽ കുർസിയൊക്കെ ഓതി, ആമൻ റസൂലൊക്കെ ഓതി മരിച്ചാൽ നമ്മൾ സ്വർഗത്തേക്കാ പോവാ. നിങ്ങൾ ആലോചിച്ച് നോക്കി. അങ്ങനെ എല്ലാ പ്രാർത്ഥന നിർഭരമായ ജീവിതമാണ് ഒരു വിശ്വാസിയുടേത്. അപ്പൊ അതുകൊണ്ട് ഇതിലൊരു നഷ്ടമില്ല. ഇതിൽ എന്തൊക്കെ വന്നാലും എന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായാലും നമുക്ക് ഇതിൽ നഷ്ടം വരാനില്ല. അതുകൊണ്ട് ഒരു പ്രയാസം, ഒരു പ്രതിസന്ധി എന്ന് വരുമ്പം സഹോദരങ്ങൾ, അത് നമ്മുടെ റാങ്ക് ദറജ അത് ഉയർത്തും. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ പ്രയാസം വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും, നല്ലോണം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. അതാണ് ഒരു വിശ്വാസിയുടെ ആയുധം. നമ്മളങ്ങനെ പ്രാർത്ഥിച്ച്, നമുക്ക് ഒരു ക്യാൻസർ വന്ന് മാറൂല എന്ന് എല്ലാവരും പറഞ്ഞാലും എന്ത് ചെയ്യും? നമ്മൾ പ്രാർത്ഥിച്ചു നോക്കും. കാരണം എന്താണ്? എല്ലാം മാറ്റാൻ കഴിയുന്നവനാണ് എൻ്റെ റബ്ബ് എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അത് നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥിക്കുന്നതൊക്കെ എന്താണ്? അതൊക്കെ നമുക്ക് വലിയ പ്രതിഫലമായിട്ട് അള്ളാഹു നൽകുമെന്നുള്ളതാണ്. അങ്ങനെ ആ അള്ളാഹുവിലേക്ക് നമ്മൾ മടങ്ങുന്ന, അള്ളാഹുവിലേക്ക് അടുക്കുന്ന, അള്ളാഹുവിലേക്ക് വിനയാന്യതാകുന്ന ഒരവസ്ഥ പരീക്ഷണത്തിൽ വരും. അതാണ് പരീക്ഷണത്തിന്റെ പ്രത്യേകത.
ഒരു പ്രയാസത്തിന്റെ പ്രത്യേകത എന്താണ്? നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അള്ളാഹുവിലേക്കൊന്ന് ഒതുങ്ങും, അള്ളാഹുവിലേക്കൊന്ന് മടങ്ങും. മാ യുസീബുൽ മുഅ്മിനു മിൻ നസബിൻ വലാ വസബിൻ ഹത്താ ശൗകതി യുശാകിഹുവ ഇല്ലാ കഫറല്ലാഹു ബിഹാ മിൻ ഖതായ. എന്താണ്? അവനെ ബാധിക്കുന്ന ഒരു മുള്ള് തറച്ചാൽ പോലും, അല്ലേ? ഒരു മുള്ള് തറക്കുക എന്ന് പറഞ്ഞാൽ പണ്ടത്തെ കാലത്തെ ഏറ്റവും ചെറിയ ഒരാൾക്കുണ്ടാകുന്ന ഏറ്റവും ചെറിയൊരു പ്രയാസമാണ് ഒരു മുള്ള് തറക്കാറിനാല്. ഇന്ന് കുട്ടികൾക്ക് മുള്ള് തറക്കാരൻ എന്താന്ന് തന്നെ അറിയണ്ടാവില്ല, അല്ലേ? പണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന പ്രയാസം എന്ന് പറഞ്ഞാല് മുള്ള് തറക്കലും മരപ്പടിമ കാല് വെച്ചു തെളിയുന്നു. അത് രണ്ടും ഇപ്പല്ല, അല്ലേ? അപ്പൊ അതുകൊണ്ട് ചെറിയൊരു പ്രയാസം ഒരാൾക്കുണ്ടാണ്, ചെറിയൊരു പ്രയാസം. ഇപ്പൊ ഏറ്റവും വലിയ പ്രയാസം ഫോൺ കയ്യിൽ നിന്ന് മുകണതാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ വല്ലാത്തൊരു ടെൻഷൻ. സ്ക്രീൻ കഴിഞ്ഞ ആഴ്ച സ്ക്രീൻ മാറ്റിയിട്ടുണ്ടാവുള്ളൂ. അപ്പൊ ഇനി പഠിച്ചോനെ അതിമ വരെ മൂണോ പൊട്ടിയോ അങ്ങനത്തെ പേടിയൊക്കെയാണ് ഇപ്പൊ നമുക്ക്. മുള്ളുത്തിയിട്ടൊന്നും ഇപ്പൊ ആർക്കും ഇപ്പോ ബേജാറില്ല എന്നൊക്കെ തോന്നുന്നത്. അതേമാതിരി വെള്ളക്കുപ്പായിട്ട് കണ്ട് അച്ചാറ് കറിയൊക്കെ തെറിച്ച അതിനൊക്കെയാണ് ഇപ്പൊ നമുക്ക് ടെൻഷൻ. അപ്പൊ ഞാൻ ടെൻഷൻ എന്തു ആട്ടെ, നിങ്ങളെ ബാധിക്കുന്ന ഏതൊരു വിഷമവും ഏതൊരു പ്രയാസവും എന്താണ്? അതിന് അല്ലാഹു നിങ്ങൾക്ക് ഒരു പ്രതിഫലം നൽകാതെ കൂല എന്നാണ്. അതുകൊണ്ട് വിശ്വാസിക്ക് എന്തില്ല? ഒരു നഷ്ടവും ഈ ജീവിതത്തിലില്ല. ഒക്കെ എന്താണ്? എല്ലാം ലാഭമാണ്. ഒരു പ്രയാസം ഉണ്ടായാൽ അവൻ ക്ഷമിക്കും, അപ്പൊ പടച്ചോൻ പിന്നെയും അവന് കൊടുക്കും, കൂലി കൊടുക്കും. ഒരു സന്തോഷം ഉണ്ടായാലോ അപ്പൊ അള്ളാഹ്ക്ക് ഹംദ് ചെയ്യും, ശുക്ർ ചെയ്യും. അപ്പൊ അള്ളാഹു പിന്നെ അവന് വർദ്ധിപ്പിച്ചു കൊടുക്കും, അപ്പൊ അവന് പിന്നെയും കിട്ടും, പിന്നെയും ശുക്ർ ചെയ്യും. അതുകൊണ്ട് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതിലെന്തില്ല? നമ്മള് എന്താണ് തോറ്റു എന്ന്, നമ്മള് എന്താണ് നഷ്ടമായി അല്ലെങ്കിൽ നമ്മള് വിഷമിക്കേണ്ട ഒരു അവസ്ഥ വിശ്വാസിക്ക് എന്തില്ല? ഇല്ല. പിന്നെ എന്താ വെച്ചാല് അലാ ബിദിക്രില്ലാഹി തുത്മഇന്നുൽ ഖുലൂബ്, ഹൃദയങ്ങൾക്ക് സമാധാനം ഉണ്ടാകുക അള്ളാഹിനെ പറ്റിയുള്ള ഓർമ്മ കൊണ്ടാണെന്നാണ്. ഈ അള്ളാഹിനെ പറ്റിയുള്ള ഓർമ്മ എന്ന് പറഞ്ഞാൽ നമ്മള് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ഈ ചെല്ലല് മാത്രല്ല, അള്ളയാണല്ലോ ഇതിനിക്ക് തന്നത്, അല്ലേ? അള്ളയാണല്ലോ ഇത് പരിഹരിക്കാൻ ഏറ്റവും കഴിവുള്ളവൻ. ആ അള്ളഹാനോടാണല്ലോ ഇപ്പൊ ഞാൻ പ്രാർത്ഥിക്കുന്നത്, ആ അള്ളഹാനോടാണല്ലോ ഇപ്പൊ ഞാൻ ഈ നിസ്കാരത്തില് എന്റെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാൻ ഈ നിസ്കാരത്തിൽ നോക്കി 17 പ്രാവശ്യം ഫാത്തിഹ ഓതുമ്പം തന്നെ നമ്മൾ അള്ളഹാനോട് എത്ര സംസാരിക്കുന്നുണ്ട്. അതേപോലെ അല്ലാഹു അക്ബർ എന്നുള്ളൊരു വാക്ക് ഞാൻ ഏതൊരു പ്രസംഗത്തിൽ പറഞ്ഞു. ഇപ്പൊ എൻ്റെ ഒരാളുണ്ട് വാട്സപ്പിൽ മെസ്സേജ് അയച്ചേക്കണേ, നിങ്ങളുടെ പ്രസംഗം കേട്ടു, ഒരു ദിവസം എത്ര അല്ലാഹു അക്ബർ ചെല്ലുന്നുണ്ട് നിങ്ങൾ ആലോചിക്കാൻ പറഞ്ഞു. ഞാൻ കൂട്ടി നോക്കി പറഞ്ഞിട്ട് ഒരു എണ്ണക്ക് അയച്ചു നിനക്ക്, ഞാൻ മറന്നത് എത്ര 559 എന്തോ എണ്ണക്ക് ഉണ്ട്. അതായത് ബാങ്ക്, ഇക്കാമത്ത്, നിസ്കാരത്തിൽ അല്ലാഹു അക്ബർ ഫർളിൽ മാത്രം കേട്ടോ, പിന്നെ നിസ്കാരത്തിന് ശേഷമുള്ള 33, പിന്നെ ബാങ്ക്, ഇക്കാമത്ത്, നിസ്കാരത്തിന് ശേഷമുള്ള 33, ഉറങ്ങാൻ നേരത്തുള്ള 34, ഫർളിൽ മാത്രം കൂട്ടിയിട്ട് എത്ര 500 ചില്ലാനോ അയച്ചെന്നുണ്ട് ഉപ്പര്. നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു വാക്ക് അത്ര തവണ ഒരു ദിവസം പറയുമ്പോ അല്ലാഹു അക്ബർ എന്ന് ചുരുങ്ങിയതൊരു 500 വട്ടം പറയുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി. അതിന് ഒരു വട്ടെങ്കിലും ഒറ്റ പ്രാവശ്യെങ്കിലും ഒന്ന് ഹൃദയത്തിൽ തട്ടിയൊരു അല്ലാഹു അക്ബർ പറഞ്ഞാല് നമ്മളെ ജീവിതം എത്ര മാറിയിട്ടുണ്ടാവും. എന്താ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ? അല്ലാഹു വലിയ ആളാണെന്ന് അതിന്റെ അർത്ഥം അല്ല. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയവൻ പടച്ചോനാണ്. പടച്ചോൻ കഴിഞ്ഞിട്ടേ വേറെ ആരുള്ളൂ. എന്റെ ജീവിതത്തിന്റെ നിലപാടതാണ്. എന്റെ സംസാരമാകട്ടെ, എന്റെ വാക്കുകളാകട്ടെ, എന്റെ പ്രവൃത്തികളാകട്ടെ, എന്റെ ചിന്തകളാകട്ടെ, എന്റെ ഡീലിങ്സ് ആകട്ടെ, എന്തുള്ളൂ അത് അള്ളാഹുവാണ്. അള്ളാഹ്ക്കും റസൂലിനും പൊരുത്തപ്പെട്ടതല്ലാത്തൊരു പരിപാടി എൻ്റെ അടുത്ത് ഉണ്ടാവില്ല. അതാണ് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ. അത് ഒരു അള്ളാഹു അക്ബറിനെ നമ്മൾ മനസ്സിൽ കൊണ്ടാല്, ഒറ്റ അള്ളാഹു അക്ബർ നമ്മൾ മനസ്സിൽ കൊണ്ടുകണമെങ്കിൽ നമ്മൾ മാറിയിട്ടുണ്ടാവും. അപ്പൊ ഈ പറയണൊന്നും നമ്മൾ ആലോചിക്കാതെ പറയണം. അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങൾ, ഇതൊന്ന് കുറെ ഒന്നും ചെയ്യണ്ട. ഞാൻ പറഞ്ഞു കുറെ ചെയ്യാനില്ല, നമുക്ക് ചെയ്യണതൊന്ന് മനസ്സറിഞ്ഞൊന്ന് നന്നാക്കി ചെയ്താൽ മതി. നമ്മൾ എവിടെ എത്തും. നമ്മളിപ്പോ ഈ നിസ്കരിച്ച 5 നേരത്തെ നിസ്കാരം ഈ ചെല്ലണമൊക്കെ ചെല്ലിയാൽ മതി. പുതിയതൊന്നും നിങ്ങൾ ചെല്ലണ്ട, പുതിയതൊന്നും നിങ്ങൾ പഠിച്ചും വേണ്ട. ഈ ചെയ്യണ കാര്യങ്ങൾ കുറച്ചൊരാത്മാർത്ഥതയോട് ഹൃദയത്തിൽ തട്ടിക്കൊണ്ട് അത് എന്താ പറയുക. ഈ അബ്ദുറഹ്മാൻ ബിൻ മുൽജിം എന്ന് പറഞ്ഞ ആളാണ് അലി റളിയല്ലാഹു അൻഹുവിനെ കൊന്നത്. ഖവാരിജ് എന്നത്തെ 3 ആൾക്കാരെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു തീരുമാനിച്ചു. അലി റളിയല്ലാഹു അൻഹുവിനെയും മുആവിയ റളിയല്ലാഹു അൻഹുവിനെയും അബ്ദുല്ലാഹിബിൻ അംറുബിൻ ആസിൻ റളിയല്ലാഹു അൻഹുവിനെയും 3 ആൾക്കാരെ സുബൈക്ക് പള്ളിക്ക് പോകുമ്പോൾ കൊല്ലാൻ വേണ്ടി തീരുമാനിക്കണം. അതിൽ മുആവിയ റളിയല്ലാഹു അൻഹു തോന്നുന്നു സുബൈക്ക് അന്ന് പനി എന്താ കാരണം പള്ളിയിൽ പോയില്ല. പിന്നെ അബ്ദുറഹ്മാൻ അബ്ദുല്ലാഹിബിൻ അംറുബിൻ ആസിന് ആള് മാറി തോന്നുന്നു കുത്തിയാക്ക്. അലി റളിയല്ലാഹു മാത്രമാണ് കുത്തുകൊണ്ടത്. പിന്നെ അലി റളിയല്ലാഹു മരിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തെ കൊന്നത് അബ്ദുറഹ്മാൻ ബിൻ മുൽജിമാണ്.
ഇപ്പോ തെൽബീസ് ഇബ്ലീസ് എന്ന കിതാബില് ഇബ്നുൽ ജൗസി പറയുന്നുണ്ട്, അന്ന് ഈ പ്രതിക്രിയ ചെയ്യും. അതായത് എന്റെ കുടുംബക്കാരാണ് പിന്നെ എന്നെ കൊന്ന ആളെ കൊല്ല. ഇപ്പൊ ജാഫർ ബിൻ അബീ ത്വാലിബ്, ജാഫർ റളിയല്ലാഹു അൻഹു അലി അള്ളാഹുവിന്റെ ബ്രദറാണ് ജാഫർ ബിൻ അബീ ത്വാലിബ്. മൂപ്പരാണ് ഇനി പ്രതിക്രിയ ചെയ്യുന്നത്. അപ്പൊ അബ്ദുറഹ്മാൻ ബിൻ മുൽജിമിനെ പ്രതിക്രിയ ചെയ്ത് കൊല്ലാൻ നിൽക്കുമ്പോൾ അദ്ദേഹം ആവശ്യപ്പെട്ടത് എന്താ അറിയോ? എന്നെ കൊല്ലുമ്പം എനിക്ക് ഖുർആൻ ഓതി മരിക്കണം എന്നാണ്. ഇത് അലി അള്ളാഹുവിനെ കൊന്ന ആള് പറഞ്ഞെന്താണ്? എനിക്ക് ഖുർആൻ ഓതിയിട്ട് മരിക്കണം. അപ്പൊ അദ്ദേഹത്തോട് ജാഫർ ബിൻ അബീ ത്വാലിബ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അള്ളാഹുവിന്റെ ഒരു ഖലീഫയെ കൊന്ന്, അതായത് മുസ്ലിങ്ങളുടെ ഒരു ഖലീഫയെ കൊന്ന് സ്വർഗത്തിൽ പോകുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? നിങ്ങൾ ആലോചിച്ച്, ഇസ്ലാമിൽ ഒരു ഖലീഫനെ കൊന്നിട്ട് അയാൾ വിചാരിക്കണത് അയാൾ സ്വർഗത്ത് പോകുന്നതാണ്. അതെന്തുകൊണ്ടാണ്? അള്ളാന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, കുറച്ച് കഴിഞ്ഞാൽ ആളുകൾ വരും, അവർ ഖുർആൻ ഓതും. ഈ ഖുർആൻ ഓതി മരിക്കണം എന്നാണ് മൂപ്പര് ആഗ്രഹം. അവർ ഖുർആൻ ഓതും. സഹാബത്തെ, നിങ്ങൾക്ക് ശേഷം ചില ആളുകൾ വരാനുണ്ട്, നിങ്ങൾ നന്നായി ഖുർആൻ ഓതിക്കോളി, കാരണം നിങ്ങൾക്ക് ശേഷം ചില ഖുർആൻ ഓതുന്ന ആളുകൾ വരാനുണ്ട്. അവരുടെ ഓത്ത് അവരുടെ തൊണ്ടയ്ക്ക് താഴേക്ക് ഇറങ്ങൂല എന്നാണ്. അഥവാ അവരുടെ ഹൃദയത്തെ അവരുടെ ഓത്ത് സ്വാധീനിക്കൂല എന്നാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ നല്ലോണം നമ്മളെ ഹൃദയത്തെ സ്വാധീനിക്കുന്ന പ്രവർത്തനങ്ങൾ, അത് നമ്മളെ കർമ്മങ്ങൾ, നമ്മളെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന നിസ്കാരാകട്ടെ, ദിക്റാകട്ടെ, നമ്മൾ ഏതൊരു കാര്യവും കുറെ ചെയ്യണത് കുറച്ച് ഇഖ്ലാസോടുകൂടി അള്ളാന്റെ വജ്ഹ് ആഗ്രഹിച്ചുകൊണ്ട്, കുറച്ച് ആത്മാർത്ഥത്തിൽ, കുറച്ചൊരു ഹൃദയത്തിന്റെ പ്രസൻസോടുകൂടി നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ചെയ്യുക. അതിൽ നമുക്ക് എന്തെങ്കിലും നല്ല മാറ്റം ഉണ്ടാവും. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താണ് അത് നമ്മളെ അതാണ് ഈ ഇഖ്ലാസോടുകൂടി ചെയ്യാന്ന് പറഞ്ഞത്. അള്ളാന്റെ വജ്ഹ് ആഗ്രഹിച്ചുകൊണ്ട് ആത്മാർത്ഥമായിട്ട് നിങ്ങള് എന്താണ്, വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തുണ്ട്, വലാ തഖ്റബു സ്വലാത്ത വ അൻതും സുകാറ. അത് വല്ലാത്തൊരു അത്ഭുതമുള്ള ആയത്താണ്. മദ്യം നിരോധിക്കുന്നതിന്റെ മുമ്പ് ഇറങ്ങിയ ആയത്താണ്. നിങ്ങൾ വെള്ളടിച്ചിട്ട് നിസ്കരിക്കാൻ വരരുത്. അതായത് വെള്ളടിച്ച് അതിന്റെ കിക്കായി കണ്ട് എന്ത് ചെയ്യരുത്, നിസ്കരിച്ചാൻ വരരുത്. അതാണ് വലാ തഖ്റബു സ്വലാത്ത വ അൻതും സുകാറ. മത്തന്മാരായിക്കൊണ്ട് നിങ്ങൾ നിസ്കാരത്തെ സമീപിക്കരുത് പറഞ്ഞാല് പിന്നെയാണ് മദ്യം പൂർണ്ണമായി നിരോധിച്ചത്. ആ ആയത്ത് എന്തുകൊണ്ട് എപ്പോഴും ഖുർആനിലുള്ളത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ആ ആയത്ത് ഖുർആൻ ഒഴിവാക്കിയിട്ടില്ല. ആ ആയത്ത് ഇപ്പോഴും നമ്മൾ ഓതുന്നുണ്ട്. അതിന്റെ അടുത്ത വാക്യം താരങ്ങള്, അതിന്റെ ബാക്കി ഭാഗം എന്തുകൊണ്ടാണ് അങ്ങനെ നിങ്ങൾ നിസ്കരിക്കാൻ വരരുത് എന്ന് പറഞ്ഞത്? നിങ്ങൾ ചെല്ലുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല എന്നാണ്. നിങ്ങൾ പറയുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയണില്ല, അതുകൊണ്ടാണ്. അങ്ങനെയാണ് നമ്മളൊക്കെ വെള്ളടിച്ച നിസ്കാരം നിസ്കരിച്ചത്. അങ്ങനത്തെ നിസ്കാരം വേണ്ടാന്നാണ്. വലാ തഖ്റബു സ്വലാത്ത, നിങ്ങൾ നമസ്കാരത്തെ സമീപിക്കരുത്. അൻതും സുകാറ, മത്തന്മാരായിക്കൊണ്ട്, ലഹരി ബാധിച്ചുകൊണ്ട്. കാരണം നിങ്ങൾ പറയുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല. അപ്പൊ നമ്മൾ പറയുന്നത് നമ്മൾ അറിയണം. അങ്ങനെയാണ് നിസ്കരിച്ചത്. അപ്പോഴാണ് നമ്മൾ അള്ളാന്റെ മുമ്പിലാണ് നിൽക്കുന്നതെന്നും ഇത് അള്ളാനോടുള്ള സംസാരമാണെന്നും ഇതെന്താണ് 17 പ്രാവശ്യം പടച്ചോനോട് സംസാരിച്ച ഒരാള്, ഇത്രയും 10, 300, 400, 500 ഒക്കെ ഒരു ദിവസം അള്ളാഹു അക്ബർ പറയുന്ന ഒരാള് എങ്ങനെയാണ് സഹോദരങ്ങളെ നരകത്ത് പോവുക? എങ്ങനെയാണ് പടച്ചോന് നരകത്തിൽ ഇടാൻ പറ്റുക? ആഴ്ചക്ക് നമുക്ക് വേണ്ടപ്പെട്ട ഒരാള് ഒരു 500 തവണ നമ്മളെ ഫോൺ വിളിച്ച് നമ്മളായിട്ട് ബന്ധപ്പെടുന്ന ഒരാളെ നമുക്ക് ശിക്ഷിക്കാൻ തോന്നുമോ? ഇല്ലല്ലോ. അങ്ങനെ അത്ര ബന്ധം നമുക്ക് വേറൊരാളായിട്ട്, ഒരു മനുഷ്യനായിട്ട് പോലും അത്ര കണക്ഷൻ ഉണ്ടാവില്ല. 17 പ്രാവശ്യങ്ങൾ നിങ്ങൾ ഭർത്താവിന്, ഗൾഫിലുള്ള ഭർത്താവിന് വീഡിയോ കോൾ വിളിക്കുന്നുണ്ടോ? 17 പ്രാവശ്യങ്ങൾ ആരെങ്കിലും നിങ്ങളെ മക്കൾ ഗൾഫിക്ക് ഫോൺ വിളിച്ചിട്ടുണ്ടോ? സത്യം പറഞ്ഞാൽ അത്ര നമ്മൾ അള്ളാനെ കണക്ഷൻ ഉണ്ട് നമുക്ക്. പക്ഷെ നമ്മളെന്താ അറിയോ, നമ്മൾ വെള്ളടിച്ച് നിസ്കരിച്ചു നമ്മളതൊന്നും അറിയണില്ല. അപ്പൊ അതുകൊണ്ട് കുറെ ഒന്നും ചെയ്യണ്ട. ഈ ചെയ്യണത് കുറച്ച് ഇഖ്ലാസോട് കൂടി നമ്മൾ ചെയ്യാൻ ശ്രമിച്ചാൽ സഹോദരങ്ങളെ വലിയ മാറ്റം ജീവിതത്തിൽ ഉണ്ടാവും. അതാണ് ഈ ദീൻ എന്ന് പറഞ്ഞത്. അതിനാണ് അള്ളാഹു ഇബാദത്തുകളൊക്കെ 5 നേരം നിസ്കാരം വെച്ചതും. ഈ ഈമാൻ പറ്റ ഡൗൺ ആവുമ്പോ എനിക്ക് തോന്നും, ഇപ്പൊ നമ്മൾ നിസ്കാരം നമ്മൾ പറ്റ പിടുത്തം വിട്ടാലേ നമുക്ക് ആകെ ഉണ്ടാകുക 5 നേരത്തെ നിസ്കാരം ഉണ്ടാവുള്ളൂ. അതും കൂടി ഇല്ലെങ്കിൽ നമ്മൾ ആകെ കഴിഞ്ഞു നമ്മളവസ്ഥ. ഇടക്കൊക്കെ തോന്നി നമ്മൾ പറ്റങ്ങനെ നല്ല തിരക്കുള്ള ദിവസമൊക്കെ ചിലപ്പോൾ ഈ ഫർള് മാത്രം പള്ളി പോയി വിടും, ബാക്കിയൊരു കണക്ഷനും പടച്ചോന്നിട്ടുണ്ടാവില്ല, ദിക്കർ ചെല്ലിയിട്ടുണ്ടാവില്ല, ചിലപ്പോൾ സുബഹാനിനെ കൂടി ചെല്ലാതെ സലാം വീട്ടിലേക്ക് നീച്ചു പോയിട്ടുണ്ടാവും. അപ്പൊ 5 നേരം നിസ്കാരം കൂടി ഇല്ലെങ്കിൽ നമ്മളെ അവസ്ഥ എന്തേക്കാരം? അപ്പൊ അങ്ങനെ പടച്ചോൻ ആ കണക്ഷൻ പോകാതൊക്കെ എന്തൊക്കെ സംവിധാനങ്ങൾ ഈ ദീനിൽ വെച്ചാണ് ആലോചിച്ച് നോക്കി. ഈ 5 നേരത്തെ നിസ്കാരം, ഫർള്, സുന്നത്ത്, ദിക്ർ,
അല്ലേ? ഇത്രയും പടച്ച ഒരു കണക്ഷൻ വെച്ച് ആ അടിമ കണക്ഷൻ വിട്ടുപോകാതെക്കാനാണ്. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് സീരിയസ് ആയിട്ട് ആ കണക്ഷൻ എടുക്കുക. അതൊരു നല്ലൊരു 5G വൈഫൈ കണക്ഷൻ, അങ്ങനെ നിന്ന് തിരിയാത്ത ഫുൾ ടൈം ഇങ്ങനെ 5 പുള്ളി നിൽക്കണേ, പച്ചപ്പുള്ളി ഇങ്ങനെ കത്തി, നമ്മളെ വൈഫൈന്റെ മോഡലിൽ പച്ചപ്പുള്ളി ഇങ്ങനെ 5 ഇങ്ങനെ കത്തി നിൽക്കണേ ഒരു കണക്ഷൻ പടച്ചോനായിട്ട് എന്ത് വേണം, നമുക്ക് വേണം, മരിക്കോളം വേണം. അതാണ് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് പറഞ്ഞാല്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം നമ്മള് നിസ്കാരത്തിൽ പ്രാർത്ഥിക്കുമ്പം അത് വല്ലാത്തൊരു പ്രാർത്ഥന, ലോകത്തിലെ ഏറ്റവും പ്രാർത്ഥനകളിൽ വെച്ച് ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനകളുടെ മാതാവാണത്. കാരണം അതിന്റെ അപ്പുറത്തേക്ക് ഒരു പ്രാർത്ഥന അല്ല. എന്താണ് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ, പടച്ചോനെ സിറാത്തുൽ മുസ്തഖീമിലേക്ക് എനിക്ക് ഹിദായത്ത് നൽകണേ എന്ന് പറയുമ്പം 3 കാര്യമാണ് അവിടെ ഉള്ളത്. 3 കാര്യം. ഒന്നെന്താ നിങ്ങള്, ഒന്ന് കറക്റ്റ് സിറാത്തുൽ മുസ്തഖീം തന്നെ എത്തണം. 2 എത്തിയാ പോരാ, അവിടെ ഇങ്ങനെ നിൽക്കാൻ പറ്റണം. നിസ്കരിച്ച് നോമ്പോറ്റ് സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ച് തെറ്റുകളിൽ നിന്ന് മാറി നിന്ന് അള്ളാഹുവിനെ റസൂലിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഇങ്ങനെ എടങ്ങേറായിട്ടല്ല. ചില ആൾക്കാരുണ്ട് എടങ്ങേറായിട്ട് എത്താപ്പോ അതിന് പോകാൻ പറ്റില്ല, സിനിമയും കാണാൻ പറ്റില്ല, അതും പറ്റില്ല, ഇതുവരെ എത്തുമല്ല, എത്തപ്പെട അങ്ങനെ ഇടങ്ങേറായിക്കല്ല, ഇഷ്ടപ്പെട്ട് നിൽക്കാണ്. പടച്ചോനെ അള്ളാഹുവിനെ റസൂലിനെ ഇഷ്ടപ്പെട്ട് നിൽക്കുക, അത് വേറെ വൈബാണ്. അങ്ങനെ നിൽക്കാൻ പറ്റുക ഏതുവരെ, മരണം വരെ. അതാണ് 3 കാര്യമാണ്. ഒന്ന് സിറാത്തുൽ മുസ്തഖീമിലേക്ക് നമുക്ക് എത്തിപ്പെട്ടാൻ പറഞ്ഞു. ഏതവസ്ഥയിലും അതിലിങ്ങനെ നിൽക്കാൻ പറ്റണം. അതിന് തൗഫീഖാണ്. ബാങ്ക് ഇങ്ങനെ കൊടുത്താൻ തരങ്ങള് അത് പീടിയാണെങ്കിൽ പീടിയ പൂട്ടി അങ്ങോട്ട് പള്ളിക്ക് പോകാനുള്ള ഒരു മനസ്സുണ്ടായാൽ മാത്രം പോരാ, അവിടെ തടസ്സങ്ങൾ വരാതിരിക്കണം. പെരീന്ന് വിളിച്ചാണ് വല്യമ്മ വീണുകണ്, പിന്നെ പോണ്ടി വരും. നമുക്ക് ഉമ്മ വീണു എന്ന് പറഞ്ഞാ പിന്നെ നമുക്ക് ബാങ്ക് കൊടുത്ത് ഇക്കാമത്തൊടുത്താൽ നമുക്ക് ഉമ്മ വീണതാണ് ഏറ്റവും മുൻഗണന. കാരണം നിസ്കാരം പിന്നെ നിസ്കരിച്ച അപ്പൊ നമ്മള് പെരീക്ക് പോണ്ടി വരും. അപ്പൊ നമുക്ക് ആ ജമാഅത്ത് പോയി. അപ്പൊ ഉമ്മ ആ സമയത്ത് വീഴാതെക്കണമെങ്കിൽ എന്ത് വേണം, തൗഫീക്ക് വേണം. തൗഫീക്ക് വേണം. അതെപ്പോഴാ കിട്ടുക, അതാ പ്രധാന ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം. ആ സിറാത്തുൽ മുസ്തഖീമിൽ ഇങ്ങനെ നിന്ന് ബാങ്കിന് കേട്ടാ പള്ളിക്ക് പോകാൻ തോന്നണം, അല്ലേ? ഒരു റമദാനാവുമ്പം പണിയൊക്കെ ഒന്ന് കുറച്ച് നേരം പള്ളിക്ക് ഇരിക്കാനുള്ള മനസ്സ് വരണം. മനസ്സ് പടച്ചോൻ തരണം. അതാണ് അതുകൊണ്ട് സഹോദരങ്ങളെ, പിന്നെ അത് ഏതുവരെ വേണം, അത് കുറെ ഉണ്ടായി അവസാനമൊക്കെ കൂടിയാണ് പോയാൽ ഫുള്ള് പോയി, അല്ലേ? കുറെ കാലം നന്നായി അവസാനം മരിച്ചാൻ സമയത്ത് ഇതിനൊക്കെ തെറ്റിപ്പോയാൽ ഭയങ്കര നഷ്ടമായിരിക്കും. അപ്പോഴോ അവസാന മരണം വരെ ഏറ്റവും നല്ലൊരു അവസ്ഥയിൽ മരണപ്പെടാൻ സാധിക്കണം. അപ്പൊ ഈ 3 കാര്യമാണ് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീമിൽ ഒരാൾ ചോദിക്കണത്. ഒന്ന് അതിലേക്ക് എത്തണം, 2 അതിലിങ്ങനെ നിൽക്കാൻ പറ്റണം, 3 അതിലാണ് മരിക്കാനും പറ്റണം. അതാണ് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം. ഒരു ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുമ്പോൾ അത് നമ്മളെ മനസ്സിക്ക് വരണം. പടച്ചോനെ ഇതിലേക്ക് എത്തണം, ഇതിലിങ്ങനെ നിൽക്കണം, ഈ തന്നെ മരിക്കണം. അത് നിങ്ങൾ ഓരോ ഫാത്തിഹയിലും നിങ്ങളെ മനസ്സിക്ക് വന്നാലേ പിന്നെ നിൽക്കും. നിൽക്കാക്കാൻ പറ്റൂല, കാരണം അത്ര നമ്മൾ ജീവിതത്തിൽ ചോദിക്കുന്ന ഒരു സാധനമാണത്. അപ്പൊ അതിനെതിരൊന്നും വരൂല. അതാ പറഞ്ഞത്. അങ്ങനെ ഞങ്ങളെ മനസ്സിൽ തട്ടിയിട്ട് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം ഒരു ദിവസം 17 വട്ടം പടച്ചോനോട് ചോദിച്ചിട്ട് പടച്ചോൻ എങ്ങനെ തരാതെക്ക. ഒരാളാ ഒരു 3 വട്ടം ചോദിച്ചാൽ തന്നെ ഞമ്മക്ക് എന്താ തോന്നുക, നമുക്ക് മാണ്ടാൻ തോന്നിയാലും ചോദിക്കുന്ന ഇടങ്ങേറാക്കി നമ്മൾ ജത്തിന് കാട്ടിക്കോറിയാം, കൊണ്ടേക്കോറിയാം. അത് നമ്മളൊരു മനസ്സാണ്, അല്ലേ? നമ്മൾ കൊടുക്കണ്ടെന്ന് വിചാരിച്ചാലും വേർപ്പിച്ചാല് കാണിച്ചാൽ കൊണ്ടേക്കൂടി അറിയാം. 17 വട്ടക്കോ അള്ളാനോട് നിങ്ങൾ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം മിനിമം ചോദിച്ചിട്ട് അതെങ്ങനെ പടച്ചോൻ തരാതെക്ക അത്രയും കാലം. അപ്പൊ അതാണ്. പക്ഷെ എന്താ നിങ്ങള് ഒരട്ടം പോലും നമ്മളെ മനസ്സിൽ തട്ടി നമ്മൾ ചോദിച്ചിട്ടില്ല, അവിടെയാണോ പ്രശ്നം. അതുകൊണ്ട് സഹോദരൻ ഇവിടുന്ന് അങ്ങോട്ട് മനസ്സിൽ തട്ടി ചോദിക്കാൻ നമ്മൾ പഠിക്കണം. അങ്ങനെ അള്ളാനെ അറിയണം, അള്ളാനെ സ്നേഹിക്കണം, അള്ളാഹുവിലേക്ക് നമ്മൾ നടക്കണം. നടന്നാ പോരാ, മണ്ടണം എന്നാ പറയുന്നത്. അള്ളാഹിലേക്ക് മണ്ടിക്കോളിയടാന്നാ പറഞ്ഞത്. മണ്ടിക്കോളി അങ്ങനെ തന്നെയാണ്. അള്ളാഹിലേക്ക് മണ്ടിക്കോളി. അങ്ങനെ ഖുർആന്റെ കുറെ പ്രയോഗങ്ങളുണ്ട്. യഹൂദന്മാരോട് പറഞ്ഞാണ് പോയി ചാത്തോളിയടാ, പോയി മരിച്ചോളി എന്നല്ല, അതിന്റെ അതാണ് പോയി ചാത്തോളിയടാ. നിങ്ങൾ ഈറടിച്ചിട്ടൊന്നും ഒരു കാര്യമല്ല, നിങ്ങൾക്ക് നേരേക്കാൻ തന്നെയാണ് പോയി ചാത്തോളി. അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ, ഫഫിറു ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് നമ്മൾ ഓടണം. അതിലെന്തൊക്കെ പ്രയാസം ഉണ്ടെങ്കിലും ആ പ്രയാസത്തോടൊപ്പം എന്തുണ്ടാവും, ഒരു എളുപ്പമുണ്ടാവും. ഒരു കയറ്റം കയറുമ്പം ഒരു ഇറക്കുണ്ടാവും. നല്ലോണം ചൂടെടുത്ത് വേർത്താല് ചെറിയൊരു സുഖം ഉണ്ടാവും. ഒരു കാറ്റിങ്ങനെ കൊള്ളുമ്പോൾ കുപ്പായ കഴിച്ചിട്ടാല് ഒരു സുഖം ഉണ്ടാവും. അപ്പൊ ഇടങ്ങേറുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സുഖം പടച്ചോൻ എന്ത് ചെയ്യും, തരും. അത് ഇവിടുന്നില്ലെങ്കിൽ സഹോദരങ്ങളെ പരലോകത്തുനിന്ന് കിട്ടും. ഇതിവിടെ കുറച്ചേരുള്ളൂ.
കുറച്ചേരുള്ളൂ. ഇതിങ്ങനെ എങ്ങനെയായാലും തട്ടിമുട്ടി ഇതിപ്പോ തീരും, ഇതൊന്നും അധികം എങ്ങനെയാലും പോവില്ല. ആരൊക്കെ ഇവിടെ എന്തൊക്കെ കളി കളിച്ചാലും ഇവിടെ കുറച്ച് കാര്യം കളിച്ചാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എത്ര വലിയ വക്കീലിനെ വെച്ച് ഏത് കേസ് നിങ്ങൾ അവിടെ ജയിച്ചാലും അതിനൊക്കെ കുറച്ച് ആയുസുള്ളൂ. അത് കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ വലിയൊരു പിടുത്തം വരാണ്ട് സഹോദരങ്ങളെ. അതിലാരെ രക്ഷപ്പെടുള്ളൂ? ഖുർആനിന്റെ ആളുകളെ രക്ഷപ്പെടുള്ളൂ. ഇത് അവസാനിപ്പിക്കണം. ഒരു 5 മിനിറ്റ് കൂടി അവസാനിപ്പിക്കണം. ഖുർആന്റെ ആളുകൾ മാത്രമേ രക്ഷപ്പെടുള്ളൂ. ആരാണ് ഖുർആന്റെ ആളുകൾ? ഇന്ന ലില്ലാഹി അഹ്ലീന മിനൻ നാസ്. അള്ളാഹ്ക്ക് ചില ആളുകളുണ്ട്, അള്ളാന്റെ ആളുകൾ. അള്ളാഹ്ക്ക് എന്തുണ്ട്? അഹ്ലീന മിനൻ നാസ്, ജനങ്ങളിൽ നിന്ന് കുറച്ച് കുടുംബക്കാരുണ്ട് പടച്ചോനെ. അതാരാണ്? അഹ്ലുൽ ഖുർആൻ ഹും അഹ്ലുല്ലാഹി വഹാസതു. അള്ളാഹ്ക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ അത് ഖുർആനിന്റെ ആളുകളാണ്. അതുകൊണ്ട് ഖുർആന്റെ ആളുകളായി നമ്മൾ മാറണം. ഈ ഖുർആൻ എന്നത് അള്ളാഹുവിന്റെ സംസാരമാണ്. അത് നമ്മൾ വായിക്കണം, പഠിക്കണം, മനസ്സിലാക്കണം. വളരെ ലളിതമാണ്, അല്ലേ? ഖുർആൻ എന്താണ്? അള്ളാഹു ശരിയായ ഹിദായത്ത് കൃത്യമായിട്ട് അള്ളാഹു സിറാത്തുൽ മുസ്തഖീം ഇങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞു തരാണ്. നരകക്കാരാരാണ്, സ്വർഗക്കാരാരാണ്, സ്വർഗക്കാരുടെ വിശേഷണങ്ങൾ എന്താണ്, നരകക്കാരുടെ വിശേഷണങ്ങൾ എന്താണ്, നരകത്തിലെ ശിക്ഷകൾ എന്തൊക്കെയാണ്, സ്വർഗത്തിലെ സൗകര്യങ്ങൾ എന്തൊക്കെയാണ്, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. അതിനുവേണ്ടി നിരന്തരം നമ്മൾ ഉത്ബോധിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ഖുർആന്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ ഖുർആൻ ഹിഫ്ളാക്കിയ ആളുകളല്ല. അതിന്റെ മുഴുവൻ ആ ഹദീസിന്റെ നിങ്ങൾ വിശദീകരണം ഫുള്ള് മുഹദ്ദിസുകൾ പറഞ്ഞത് ഫുള്ളും എടുത്ത് പരിശോധിച്ചാൽ അതിൽ ബഹുഭൂരിപക്ഷം ആളുകളും പറഞ്ഞത് അത് ഹിഫ്ളാക്കിയ ആളുകളെ കുറിച്ചല്ല, ആ ഖുർആൻ അനുസരിച്ച് ജീവിച്ച ആളുകളെ കുറിച്ചാണ്. ഒരായത്ത് പഠിച്ചാല് ആ ആയത്ത് ജീവിതത്തിൽ പ്രാവർത്തികാക്കുക. ഇനി ഏറ്റവും അത്ഭുതപ്പെടുത്തിയ കാര്യം തരങ്ങള്, ഞാൻ എന്റെ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ പോയി ഗൾഫിൽ. അപ്പൊ എനിക്ക് ചെറിയ ഒരു വണ്ടിപ്രാന്തുണ്ട്. ഇപ്പൊ പോയി ഏകദേശം. അപ്പോ ഈ വലിയ വണ്ടി കാണുമ്പോൾ ചെറിയടങ്ങാറാണ്. നമുക്കില്ലെങ്കിൽ അങ്ങനെയാണല്ലോ. അപ്പൊ ഈ ഓരോ സാധനത്തോടെ നമുക്ക് താല്പര്യം ഉണ്ടാവുമ്പോഴാണ്. അപ്പൊ ഞാൻ ആ പെരി ചെല്ലുമ്പം അവിടെ വലിയ 2 വണ്ടിയാണുള്ളത്, വലിയ 2 വണ്ടി. അപ്പോ വണ്ടിന്റെ പേരൊന്നും ഇവിടെ പറയില്ല, പറഞ്ഞാൽ ചിലപ്പോൾ മോന് മനസ്സിലാവും, അതാ പ്രശ്നം. അപ്പൊ ഇന്നിവിടെ ഏകദേശം ഒരു 1.5 കോടിയൊക്കെ ഉണ്ടാവണ 2 വണ്ടികൾ. 2 വണ്ടി ഒന്നല്ല, ആ വീടിന്റെ മരത്ത് ഇങ്ങനെ നിർത്തിയിട്ടേക്കാണ് 2 വണ്ടികൾ. 1.5 കോടി 1.25 കോടിയൊക്കെ ഉള്ള 2 വണ്ടികൾ ഇങ്ങനെ നിർത്തിയിട്ടേക്ക. എന്താപ്പത്? പക്ഷെ എന്താ നിങ്ങള് ഒരു ഹദീസ് കേട്ടു. അപ്പൊ ആ സഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചാണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും നിസ്കാരം കഴിഞ്ഞുകാണ്ട് പെരയ്ക്ക് ചെല്ലുമ്പോ നിങ്ങളെ പെരന്റെ മരത്ത് ചുവന്ന 2 ഒട്ടകങ്ങൾ നിങ്ങളുടേതായിട്ട് കാണാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഈ ചുവന്ന ഒട്ടകം എന്ന് പറഞ്ഞാല് അന്നത്തെ കാലത്തെ റോൾസ് റോയ്സ് ആണ്. അന്നത്തെ കാലത്തെ ഏറ്റവും നല്ല വണ്ടിയാണ് ഈ ചുവന്ന ഒട്ടകം. ഇന്നിപ്പോ നമ്മളൊരു ബെൻസും BMW 7 സീരീസോ അല്ലെങ്കിൽ പിന്നെ റേഞ്ച് റോവറിന്റെ ഒക്കെ വലിയ വണ്ടികളുണ്ട്, 2.5 കോടിന്റെ ഒക്കെ, അല്ലെങ്കിൽ നല്ല ഡിഫൻഡറൊക്കെയാണ് ഇന്ന് ചുവന്ന ഒട്ടകം എന്ന് പറഞ്ഞാൽ. ഇപ്പൊ നമ്മൾ പെരയിൽ നിസ്കരിച്ച് നമ്മളെ പെരയ്ക്ക് ചെല്ലുമ്പോൾ മരത്ത് 3 വണ്ടി 2 വണ്ടിയൊക്കെ ഇങ്ങനെ പുതിയ നിർത്തിയിട്ടൊക്കെ നമ്മളെ പേരിൽ നിങ്ങൾക്ക് തരാൻ വേണ്ടി ഒരാൾ കൊടുത്തയച്ചാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കും. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ? ആർക്കും ഇഷ്ടമല്ലാണ്ടൊക്കെ. എന്നിട്ട് അള്ളാന്റെ റസൂൽ പറയാണ്, നിങ്ങൾ നിസ്കാരത്തിലെ ഓതണേ 2 ആയത്തിന് തുല്യമാണത് എന്നാണ്. നിങ്ങൾ നിസ്കരിച്ചാൻ പോയിട്ട് 2 ആയത്ത് നിങ്ങൾ ഓതിയാല് ആ 2 ആയത്തിന് തുല്യമാണ് 2 ചുവന്ന ഒട്ടകങ്ങൾ. എന്ത് 2 ആയത്ത് പറഞ്ഞ എന്താണ്? ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. 5 ആയത്തായി. അതിനേക്കാൾ മികച്ചത് പിന്നെ എന്തേ ഉള്ളൂ? 3 ആയത്തേ ഉള്ളൂന്ന്. അതിന്റെ അപ്പുറത്തേക്ക് വേറെ വലുതില്ല. അപ്പൊ ഈ അത്ര, അതായത് ഇന്നിപ്പോ മലപ്പുറം ജില്ലയിൽ ഈ പറഞ്ഞ 3 വണ്ടി ഒരു ദിവസം ഡെലിവറി എടുക്കാൻ പൂക്കോട്ടും പാടത്ത് ആരുണ്ടാവില്ല. ഈ അമരമ്പലം പഞ്ചായത്തോ എന്താണ് താലൂക്ക് എന്തത്, ഈ പഞ്ചായത്തിന് ഞാൻ പറയാണ്, ഈ പറഞ്ഞ 3 വണ്ടി നാളെ ഡെലിവറി എടുക്കാൻ പറ്റിയൊരു മൊയലാളി ഇവിടെ അല്ല, നിങ്ങളെ ഈ പഞ്ചായത്തിലില്ല. പക്ഷെ നിങ്ങൾ നോക്കി, അള്ളാന്റെ ഓഫറാണിത്. 3 ആയത്ത് ഓതിയാല് അതാ പറഞ്ഞു. അപ്പൊ ഇതൊക്കെ നമുക്ക് നമ്മളെ ഉള്ളിൽ തട്ടണം, ഇതൊക്കെ കിട്ടും. മറ്റെന്താ പറയുക, ഇമാമ് 4 ആയത്ത് ഓതുമ്പോത്തിന് ഇദ്ദേഹം ഈ ബംഗാളി ഓനറിയില്ല ഇവിടെ കുല്ലല്ലാഹു ഓതല്, ഓങ്ങനെ നീട്ടി ഓതുന്നു, നമുക്ക് ഓനെ സഹിക്ക്. ഇങ്ങോട്ട് കമ്മിറ്റിക്കാരോട് പറയാം, ഓന്റെ ഓത്ത് കുറച്ച് അധികമാണ്, ഒന്ന് കുറക്കാൻ പറയും. സഹോദരന്മാരെ, 4 ആയത്ത് തൃപ്തിയായിട്ട് കേട്ടിരുന്നാൽ കിട്ടാൻ പോണ പ്രതിഫലാണിത്.
അപ്പൊ അതുകൊണ്ട് അഹ്ലുൽ ഖുർആനാണ് മാറണം. നമ്മൾ ഖുർആന്റെ ആളുകളാണ്. ഒരായത്ത് പഠിച്ച് ആ ആയത്ത് ജീവിതത്തിൽ പകർത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഖുർആന്റെ ആളുകളായിട്ട്. കാരണം ഖുർആന്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ അള്ളാന്റെ കുടുംബക്കാരാണെന്നാ പറഞ്ഞത്, അള്ളാന്റെ ആൾക്കാരാണ്. പിന്നെ എന്തിനാ നമ്മൾ ബേജാറാകണത്? നമ്മളിപ്പോ ഒരു സ്ഥലത്ത് പോകുമ്പോ എന്താ പറഞ്ഞത്? അവിടെ നല്ല തിരക്കുണ്ടാവും എന്ന് പറഞ്ഞാൽ ഞാൻ പുറത്തുണ്ടാവും, നിന്റെ ആളാന്ന് പറഞ്ഞാൽ മതി എന്ന് ഒരാൾ പറയുമ്പം നമുക്കൊരു ആശ്വാസം ഉണ്ടാവും. അവിടെ എന്ത് തിരക്കുണ്ടെങ്കിലും അവിടെ നമുക്ക് വേറൊരു പാസ് ഉണ്ട് നമ്മളടുത്ത്. ആ പാസിന്റെ ഒരു കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാവില്ല ഏത് സ്ഥലത്തേക്ക് പോകുമ്പോഴും. അപ്പൊ അള്ളാന്റെ ആക്ക് നിങ്ങൾ മഹ്ശറിക്ക് പോകുമ്പോൾ ഒരു ബേജാറും വേണം, നിങ്ങൾ അള്ളാന്റെ ആളാണ്, അഹ്ലുൽ ഖുർആനാണ് എന്നുള്ള ഒരു വിശ്വാസം സഹോദരങ്ങൾ ഉണ്ടാണെങ്കിൽ ആ ഖുർആനോട് നമുക്ക് അങ്ങനത്തെ ഒരു താല്പര്യം വേണം. ഇവിടെ QHLSന്റെ എല്ലാ വ്യാഴാഴ്ചയും. അപ്പൊ അതുകൊണ്ട് ഒരായത്ത് നമ്മൾ അർത്ഥറിഞ്ഞ് പഠിച്ച് അത് ഓതി, അത് നിസ്കാരത്തിലൊക്കെ ഒന്ന് ഓതി, സുന്നത്ത് നിസ്കാരത്തിലൊക്കെ ഒന്ന് ഓതി വെക്കുക. നമ്മളൊരു ആയത്ത് 2-3 ആയത്ത് പഠിച്ചു കണ്ട് അതിങ്ങനെ സുന്നത്തിൽ 3-4 ഓതിയാൽ മതി. അങ്ങനെ തന്നെ ഇത് പഠിച്ചാ സുന്നത്ത് നിസ്കാരത്തിൽ ഓതുക, അത് നോക്കി ഓതി, ഒരു പേപ്പറിൽ എഴുതിയാണ്ട് നോക്കിയാണ് ഓതിയാൽ മതി. അങ്ങനെ എന്നും ഒരു സുന്നത്ത് നിസ്കാരത്തിൽ അതെന്നെ ഓതിയാൽ ഞാൻ പഠിച്ചു. അങ്ങനെ ഇത് പഠിയാ. നമ്മൾ ശ്രമം നടത്തണ്ടേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ വന്ന് പോയിട്ട്, ജിബ്രീൽ വഹി ഇറങ്ങിയിട്ട് വന്ന് പോയിട്ട് നബി ഇത് മറന്നു പോകുമോ എന്ന് പേടിച്ചിട്ട് നബി ഇങ്ങനെ തൊള്ളട്ടടിച്ച് ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ ആയത്തിറങ്ങി ഖുർആനില്. ലോകാവസാനം വരെ നമ്മൾ ഓതുന്ന ഖുർആനിൽ അള്ളാഹ് ആയത്തിറക്കി, നബിയെ താങ്കൾ ഇങ്ങനെ പ്രയാസപ്പെടണ്ട, തൊള്ളട്ടടിച്ചണ്ട, ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചേരാ ഖുർആൻ. അപ്പൊ നബി എന്തിനാ അങ്ങനെ തൊള്ളട്ടടിച്ച് പിന്നി ഓതി? എന്തിനാണ്? ഇത് മറക്കൂന്ന് പേടിച്ചിട്ട്. ഇപ്പൊ നബി എത്ര എഫേർട്ട് എടുത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കി. നമ്മൾ അങ്ങനെ എന്നെടങ്ങേറായിക്കണോ? ഖുർആൻ ഒരു ആയത്ത് പഠിച്ചൊന്നും നിൽക്കോ നോക്കാൻ നമ്മൾ നോക്കിനോ? നമ്മളെന്താ പറയാ, ഇനിയിപ്പോ ഒന്നും നടക്കൂല, വാ ഇനിയിപ്പോ എപ്പോഴാ ഇപ്പൊ ഖുർആൻ പഠിച്ചാൽ നടക്കുന്നത്, ഇനിയിപ്പോ ഓൻ്റെ ഒരു വയൽ കേട്ടിപ്പോ ഖുർആൻ പഠിച്ചാൽ നിൽക്കല്ലേ. ഇങ്ങനെ പിന്നെ ഓതിയത് നിൽക്കും, നമുക്ക് തോന്നുകയാണ്. കാരണം വലഖദ് യസ്സർനൽ ഖുർആന, എന്താണ് അള്ളാഹു ഖുർആൻ എളുപ്പമാക്കി. ഓർക്കുന്ന ആൾക്കാർക്ക് പഠിച്ചോ, ഓർമ്മിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർക്ക് പഠിച്ചോ അത് എളുപ്പമാക്കി കൊടുക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ നമ്മളൊന്ന് മെനക്കെട്ടാലല്ലേ നമ്മൾ പഠിച്ചോന്റെ ആളാന്ന്, അള്ളാന്റെ ആളാ, ഖുർആന്റെ ആളാന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഖുർആന്റെ ആളുകളായിട്ട് മാറുക. നമ്മൾ ഈ മെസ്സേജ് ഇതാണ് നമ്മളിവിടെ ഈ ചൂടത്ത് ഇവിടെ കൂടിക്കണതും നമ്മളിത് കേൾക്കണമൊക്കെ എന്തിനാണ്? ഇത് നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകാനാണ്. ആദ്യമായിട്ട് നമ്മളെ കൂടെയുള്ള മക്കൾക്ക്, നമ്മളെ കുടുംബക്കാർക്ക്, നമ്മളെ പെണ്ണുങ്ങൾക്ക്, നമ്മളെ കുട്ടികൾക്ക്, നമ്മളെ വാപ്പാക്ക്, നമ്മളെ അമ്മക്ക്. കാരണം ഒത്തക്കുന്നാർ, നിങ്ങൾ നരകത്തെ കാക്കണം കേട്ടോ. ആരെ? മനുഷ്യരും കല്ലുകളുമാണ് അവിടെ കത്തിക്കപ്പെടുക. അവിടുന്ന് നമ്മളെ കുടുംബത്തെയും നിങ്ങളെ കുടുംബത്തെ നിങ്ങൾ നരകത്ത് നിന്ന് കാക്കണം എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, പട്ടിണി പിടിച്ച സഹാബത്തിനോടാണ് അള്ളാന്റെ റസൂൽ പറഞ്ഞത്, ഇത്തക്കുന്നാർ വലൗ ബിശിക്കി തംറ, കാരക്കയുടെ ഒരു ചുള കൊണ്ടെങ്കിലും. കാരക്കയുടെ ചുള എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയണ്ടാവൂല, ചെറിയ കുട്ടിയൊക്കെ അറിയണ്ടാവില്ല. നമ്മളൊക്കെ ചിന്റൊക്കെ ചെറുപ്പത്തിൽ പള്ളിക്ക നോമ്പറക്കാൻ ഇന്നത്തെ പോലെ ആകെ ഇങ്ങനെ വെള്ളം ഉണ്ടാകുക, വെള്ളം. പിന്നെ വയസ്സന്മാരുണ്ടാവും കോന്തൽക്കെന്ന് ഒരു ഉണങ്ങിയ കാരക്ക ഉണ്ടാവും, ഒരു 8 ചുളയൊക്കെ ആക്കും, 4-8 ചുളാക്കിയിട്ടാണ് മുറിച്ചേക്കുക. ഓർമ്മ ഉണ്ടോ? നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ലേ? ഒരു കാരക്ക, അത് കാരക്ക എന്ന് പറഞ്ഞാൽ അത് 4 ദിവസം വെള്ളത്തിലിട്ടാലേ അത് തിന്നാൻ തന്നെ വെക്കുള്ളൂ. അങ്ങനത്തെ കാരക്ക 4 പീസ് 8 പീസും ആക്കിയിട്ടാണ് നോമ്പറക്കാൻ കിട്ടുക. കാരക്ക കൊണ്ട് എന്നല്ല പറഞ്ഞത്, കാരക്കയുടെ ചുള കൊണ്ട് എന്നാ പറഞ്ഞത്. നിങ്ങൾ നരകത്തെ കാക്കണം. നിങ്ങളെ കയ്യിൽ എന്താണോ ഉള്ളത് അതുകൊണ്ട് നിങ്ങൾ നരകത്തെ കാക്കണം എന്ന്. അപ്പൊ അതാണ് നരകത്ത് പോകാതെ സ്വർഗത്തേക്കാണ് പോകാൻ പറ്റണം. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. അല്ലാതെ ഈ ദുനിയാവിൽ ഇങ്ങനെ കുറെ കെട്ടിമറിഞ്ഞ് ഇവിടെ നമ്മൾ ആവശ്യമില്ലാതെ കുറെ വിഷമിക്കലല്ല സഹോദരങ്ങൾ. അതുകൊണ്ട് ആ ഒരു ബോധത്തോടു കൂടി നമ്മൾ ജീവിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. കുടുംബത്തോട് ആ ബോധത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ മക്കളെയും, നമ്മൾ പള്ളിയിൽ പോയി സുബൈക്ക് പോയി നമ്മളെ മക്കളെ വിളിച്ചാൽ മതി അല്ലേ? സുബൈക്ക് പള്ളിക്ക് ഇറങ്ങണതിന്റെ മുമ്പ് എന്ത് ചെയ്യണം? ഇറങ്ങുമ്പോൾ വിളിച്ചാൽ കുട്ടികളെ കിട്ടൂല. കുറച്ച് നേരത്തൊക്കെ വിളിച്ച് സോപ്പിട്ടൊക്കെ റെഡിയാക്കിയാലേ കുട്ടികളെ കിട്ടുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചിലപ്പോൾ തലേന്ന് തന്നെ പണിയെടുക്കേണ്ടി വരും. തലേന്ന് തന്നെ എടാ ചിൻ്റെപ്പം നാളെ സുബൈക്ക് വരണട്ടോ എന്നൊക്കെ പറഞ്ഞ് ഓനൊക്കെ സെറ്റാക്കി ഉറക്കിയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. രാവിലെ വിളിച്ചാൽ അന്നത്തെ കാലത്ത് കുട്ടികൾ പോരുള്ളൂ. പഴയ മാരത്തെ കുട്ടികളല്ല ഇപ്പോൾ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ കാര്യത്തിലൊക്കെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കുക. നമ്മളെ ഒന്ന് കൂടെ കൂട്ടേണ്ടവരൊക്കെ ഒന്ന് കൂടെ കൂട്ടി സ്വർഗത്തിലേക്ക് പോകാനുള്ളൊരു ശ്രമം നമ്മൾ എന്ത് ചെയ്യണം? ആത്മാർത്ഥമായിട്ട് മനസ്സറിഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നടത്തണം. നമ്മൾ അള്ളാഹുവിനോട് നല്ല ആ വിഷയത്തിൽ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ഒരിക്കലും പഠിച്ചോ എന്ത് ചെയ്യില്ല, പ്രാർത്ഥന ഒരിക്കലും പഠിച്ചോ എന്ത് ചെയ്യില്ല, തട്ടിക്കളയില്ല. തട്ടിക്കളയുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാല് നമ്മൾ ഹറാമ് തിന്നുണ്ടോ നോക്കണം. ഹറാമ് തിന്നുണ്ടെങ്കിൽ നമ്മളെ പ്രാർത്ഥന എന്ത് ചെയ്യൂല, പഠിച്ചോ സ്വീകരിക്കൂല. പലിശ തിന്നാൻ പാടില്ല,
മറ്റുള്ളവരത് കട്ടെടുത്ത് തിന്നാൻ പാടില്ല. അങ്ങനെ ഹറാമ് സമ്പാദ്യം പള്ളിക്ക് കയറുന്നുണ്ടോ എന്ന് നമ്മൾ നല്ലോണം നോക്കണം. നമ്മളെ പ്രാർത്ഥന സ്വീകരിക്കാത്തൊരു പ്രശ്നം അതുകൊണ്ട് വരും. അതുകൊണ്ട് അതില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളെ പ്രാർത്ഥന എന്താവൂല, വേസ്റ്റ് ആവൂല. അള്ളാഹുവുമായിട്ടുള്ള ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള കണക്ഷനാണ് പ്രാർത്ഥന, ഇബാദത്താണ് പ്രാർത്ഥന. അതാണ് സത്യവിശ്വാസിയുടെ ആയുധം. അത് അള്ളാഹിനോട് മാത്രമേ പാടുള്ളൂ. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. അതാണ് നമ്മൾ പറയണത്, അതാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്, അതാണ് നമ്മൾ ദഅവത്ത് ചെയ്യുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അതിലൊരു കൂട്ടായ്മയാണ് അല്ലേ? അത് പറയാനും അത് ദഅവത്ത് ചെയ്യാനും ആ മാർഗത്തിലൂടെ മുന്നേറാനും. അങ്ങനെ പ്രവാചകന്മാർ സഞ്ചരിച്ച വഴിയിലാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. അതിന് റിസൾട്ട് ഉണ്ടോ നിങ്ങൾ ബേജാറാകണ്ട. എത്ര ആൾക്കാർ നമ്മൾ പറഞ്ഞിട്ട് കേട്ടു നിങ്ങൾ സങ്കടപ്പെടണ്ട. ചില ആൾക്കാർ ഓൻ പറഞ്ഞിട്ട് ഓൻ്റെ മകനെയും കൂടി ഓൻ്റെ ഒപ്പം നിർത്താൻ പറ്റിയിട്ടില്ല എന്ന് പറയും. അതൊന്നും നിങ്ങൾ അങ്ങനെ പറഞ്ഞ് കേട്ടു നിങ്ങൾ ബേജാറാകണ്ട. മക്കളില്ല വിചാരിച്ചു കണ്ട് നൂഹ് നബിന്റെ മകൻ നൂഹ് നബിന്റെ കപ്പലിൽ കയറിയിട്ടില്ല. ലൂത്ത് നബിന്റെ പെണ്ണുങ്ങൾ ലൂത്ത് നബിന്റെ കപ്പലിൽ കയറിയിട്ടില്ല. അതുകൊണ്ട് നൂഹ് നബിക്ക് കുറച്ച് ആൾക്കാരെ എന്ത് ചെയ്തിട്ടുള്ളൂ? 950 കൊല്ലം വയറിഞ്ഞിട്ടും കുറച്ച് ആൾക്കാരെ കിട്ടിയിട്ടുള്ളൂ. റിസൾട്ടിനെ പറ്റി നിങ്ങൾ എന്ത് ചെയ്യണ്ട, ബേജാറാകണ്ട. നിങ്ങൾ മെനക്കെട്ടുകണോ, നിങ്ങൾ ആ കർത്തവ്യം ചെയ്തുകണോ, പറയേണ്ടിടത്ത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്തുകണോ, പറയേണ്ടത് നിങ്ങൾ പറഞ്ഞുകണോ, ആ നിലപാട് നിങ്ങൾ ജീവിതത്തിൽ സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. അതിനെന്ത് മാറ്റം ഉണ്ടായി എന്ന് നമ്മളല്ല നോക്കേണ്ടത്, അത് പടച്ചോനാണ് നോക്കേണ്ടത്. അത് പടച്ചോൻ നോക്കിക്കോളും. അതിനെപ്പറ്റി വല്ലാതെ നിങ്ങൾ ബേജാറാകണ്ട. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാ കർമ്മങ്ങളും സ്വീകരിക്കട്ടെ. നമ്മൾക്ക് ഏറ്റവും നല്ലതിലേക്ക് അള്ളാഹു നമുക്ക് വഴി കാണിക്കട്ടെ. ഹക്കായി മനസ്സിലാക്കാനും അതിൽ അടിയുറച്ച് നിൽക്കാനും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ബാത്തിലിനെ ബാത്തിലായി മനസ്സിലാക്കാനും ബാത്തിലിൽ നിന്നും ബാത്തിലിന്റെ ആളുകളിൽ നിന്നും അകന്നു നിൽക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ